പുറത്ത് വന്നതും ഇനി എനിക്ക് റസൂലിക്ക എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാരുടെ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് ആണല്ലോ. നിങ്ങൾ പോയി ചാവ്, നിങ്ങൾ ചത്തു കഴിഞ്ഞാൽ എനിക്ക് ഗുണമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പണം കണ്ട് ഒരുത്തിനോട് ഒളിച്ചോടിയപ്പോഴത്തേക്ക്. എല്ലാവർക്കും നമസ്കാരം. സജ്ന, ഫിറോസ്, അതുപോലെ തന്നെ റസൂൽ പൂക്കുറ്റി, ഇവരെ സംബന്ധമായിട്ടുള്ള കോൺട്രവേഴ്സീസ് കുറച്ച് ദിവസമായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു 3 കണക്കാണ്. ഓക്കെ, എന്നാൽ സജ്ന വെറും കാണിച്ചു കൂട്ടിയിട്ടുള്ള പല വക്രത്തനങ്ങൾ ഇപ്പോൾ പുറത്ത് വരികയാണ് സുഹൃത്തുക്കളെ. ഞാനിവിടെ 2 പാർട്ട് വീഡിയോ, പാർട്ട് 1 പാർട്ട് 2 ഒരുമിച്ചാക്കി കൊടുക്കുന്നുണ്ട്. ഇതിൽ പാർട്ട് 3 ഉണ്ടായിരുന്നു, അത് മുക്കി, രണ്ടോളൂടെയും മുന്നേ മുക്കി. ഇനി എന്തായാലും പാർട്ട് 1ഉം 2ഉം മുക്കും. അതിനു മുന്നേ നിങ്ങൾ ജനങ്ങൾ ഇത് കേൾക്കണം. ഇത് ജോലിക്ക് പോകാൻ നിൽക്കുന്നവരൊക്കെ ഒന്നുകിൽ കുറച്ച് കഴിഞ്ഞിട്ട് തിരക്കില്ലെങ്കിൽ ഇരുന്ന് കാണുക, അല്ലെങ്കിൽ പോപ്കോണൊക്കെ മേടിച്ച് ബിസ്ക്കറ്റൊക്കെ വെച്ച് ചായയൊക്കെ കുടിച്ചിരുന്ന് കാണുക. കാരണം ഏതാണ്ട് എനിക്ക് തോന്നുന്നു വീഡിയോ 1 മണിക്കൂറിന് പുറത്തുണ്ട്. ഐ തിങ്ക് ഒരു 2 മണിക്കൂർ അടുപ്പിച്ചുണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഫുള്ള് കേൾക്കുക. അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട്, ഞാൻ അറിഞ്ഞ കാര്യങ്ങളും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് ഇതിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഈ വീഡിയോ മാക്സിമം ഫുള്ള് കാണുക. ഫുള്ള് കണ്ടാലേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. വോയിസുകളുണ്ട്, റസൂൽ പൂക്കുട്ടികളുമായിട്ടുള്ള വോയിസുകളുണ്ട്, ഗർഭത്തിൻ്റെ വോയിസ് ഉണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ആ ഫോട്ടോ ഏത് ലാസ്റ്റ് കൊണ്ടിട്ടില്ലേ, അത് ഞാൻ പറഞ്ഞപ്പോൾ ആർക്കും വിശ്വാസം വരുന്നില്ല. നമ്മൾ പറഞ്ഞപ്പോൾ AI ആണ്, അത് പറ്റിച്ചതാണ്, അത് ചുമ്മാണ്, ഉടായിപ്പാണ്, സജിന അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നവർ ഈ 2 വീഡിയോ ഫുള്ള് കാണുക. ഓക്കെ, 2 വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വീഡിയോ അറ്റാച്ച് ചെയ്ത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. മൊത്തം നിങ്ങൾ കാണുക. കണ്ടതിന് ശേഷം എന്നെ ചീത്ത വിളിക്കാനുള്ളവർക്ക് വിളിക്കാം, ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുള്ളവർക്ക് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാം. വേറെ ഒരു കടയാടി മോള് എനിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടതാ. അവൾ എടുത്തു വെച്ച് പറയുന്നു ഞാൻ പറഞ്ഞതെല്ലാം തെറ്റാണ്, ഞാൻ ഒരു തേങ്ങ അറിയാതെ വായി തോന്നി പച്ച കള്ളമാണ് വിളിച്ച് പറയുന്നത്. എടി കടയാടി മോളെ, നിനക്കൊരു തേങ്ങ അറിയത്തില്ല. ഞാൻ നിന്നെ പോലെ മറ്റേ ഇട്ടാവട്ടത്തിരുന്ന് മുട്ടയിട്ടോണ്ടിരിക്കുന്ന ടീമല്ല കേട്ടാ. ഞാൻ അത്യാവശ്യം ഇതിൻ്റെ ഇടയിലെല്ലാം ഇറങ്ങി അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അല്ല നിനക്ക് വായി തോന്നിയതുപോലെ കോതയ്ക്ക് പാട്ട് വിളിച്ച് പറയുന്നത് ഞാനല്ല കേട്ടോ. നീ എന്തായാലും ഞാൻ പറഞ്ഞത് ആ മോക്ക് മനസ്സിലായി കാണും. ഒരുത്തി ഒരു 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 അത് വിട്. കണ്ടപ്പോൾ പിന്നെ 10 പറഞ്ഞിട്ട് പോകണമെന്ന് തോന്നി ആ കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കൊടുക്കുന്ന 2 വീഡിയോ ഫുള്ള് നിങ്ങൾ കാണുക. കണ്ടതിന് ശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. ഇതിൻ്റെ കറക്റ്റായിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളടക്കം എന്തായാലും ഈ വീഡിയോ ഫുള്ള് കാണും. അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഇനിയും ആവശ്യം വരും. ഞാനിപ്പോൾ DGP ഓഫീസിൽ വന്നിട്ട് പരാതി കൊടുത്തു. എനിക്കറിയാം എനിക്കെതിരെ ഉള്ളവരൊക്കെ ഇതിലും വലിയ കൈകളിലേക്ക് എത്തും, അവർ ഇതിലും വലിയ കളികളൊക്കെ കളിക്കുമെന്നറിയാം. പക്ഷേ സത്യം വിജയിക്കണം. നാളെ ഒരുപക്ഷെ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. കാരണം അത്രയും വലിയവരാണ് ഈ നിൽക്കുന്നത്. അത്രയും കള്ളക്കേസിൽ എന്നെ കൊടുക്കേക്കാം. കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ളവരാണ് സജിന ഉൾപ്പെടെ. സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും അവരുടെ ടീമിൻ്റെ ഓവർ സ്മാർട്ടാണ് എന്നെ ഇപ്പോൾ ഈ ഒരു കുടുക്കിൽ കൊണ്ടുവന്ന് എന്നെ ഇതെല്ലാം പറയാൻ കാരണമാക്കിയത്. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. പിന്നെ എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് ഈ പ്രകടനം കാണുന്നത്. നിങ്ങളുടെ കുബുദ്ധി കാരണം ഇനി എനിക്ക് എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാരുടെ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് ആണല്ലോ പറയണ്ട, പറഞ്ഞ് മറച്ചോക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. നമസ്കാരം. 10 വർഷം നീണ്ടു നിൽക്കുന്ന ജീവിതാനുഭവങ്ങൾ ഒരു വലിയ ഫയലിലെ ഒരു അവസാന ചാപ്റ്റർ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ആ ചാപ്റ്റർ തുറക്കുമെന്ന് ഭയന്ന് ആ ചാപ്റ്ററിലെ പ്രഗത്ഭനായ ക്രിമിനൽ ഷുഗർ ഡാഡി വുമണൈസർ ആയ മിസ്റ്റർ റസൂൽ പൂക്കുട്ടി, ആ റസൂൽ പൂക്കുട്ടിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി 101% കെട്ടിച്ചമച്ച, ലിറ്ററലി ഫേക്കായ, മാനിപ്പുലേറ്ററായ ഒരു കള്ളക്കഥ ജീവിതത്തിലെ നല്ല ഒന്നാന്തരം അഭിനേത്രിയായ മറ്റൊരു ക്രിമിനലുമായ, ആ വാക്കെനിക്ക് ഉപയോഗിക്കേണ്ടി വരും, അപ്പോൾ ക്രിമിനലുമായ നാക്കിന് എല്ലില്ല എന്ന ലൈസൻസോടെ എന്തും വിളിച്ചു പറയാം, ആരെയും കരിവാരിത്തേക്കാം, ആരെയും വികൃതമാക്കാം എന്ന രീതിയിൽ സജിന വന്ന് അദ്ദേഹത്തിൻ്റെ മുഖം രക്ഷിക്കുമ്പോൾ അവൾ ഒരിക്കൽ പോലും ഓർത്തില്ല ഒരു 10 വർഷം അവളുടെ കൂടെ അടിമയെ പോലെ അവളെ എന്ന് പറഞ്ഞ് അവളെ മാത്രം സ്നേഹിച്ച് ജീവിച്ച ഒരാൾ, അവളുടെ കുഞ്ഞിൻ്റെ തന്തയായ എന്നെ ഇങ്ങനെ റസൂലിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വിക്ടിമൈസ് ചെയ്യുമ്പോൾ ഒരു ശതമാനം 0.1% പോലും മനുഷ്യത്വത്തിൻ്റെ ഒരു കണികയും അവളുണ്ടായിരുന്നില്ല. അവളുടെ ഓരോ തെറ്റുകൾക്കും ഞാൻ മാപ്പ് കൊടുത്ത് എൻ്റെ കൂടെ കൂട്ടിയിരുന്നു ഈ കഴിഞ്ഞു പോയ 10 വർഷങ്ങൾ. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഈ അവസരം കൃത്യമായി തന്നെ
അതായത് സജിനയുടെ ഈ വീഡിയോ വന്നപ്പോൾ അത് കൃത്യമായി തന്നെ ക്രിമിനലായ റസൂൽ പൂക്കുട്ടിയും ടീമും അത് ഉപയോഗിച്ചു. റസൂൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ച യൂട്യൂബേഴ്സ്, അതിൽ പ്രധാനികളാണ് ഒരു പുരുഷനും ഒരു സ്ത്രീയും, പിന്നെ കുറച്ച് മെമ്പേഴ്സുകളുണ്ട്. അവർ കൃത്യമായി ആ അവസരത്തെ മുതലാക്കി റസൂൽ പൂക്കുട്ടിയുടെ ന്യൂസിനെ അവർ പിന്തള്ളിക്കൊണ്ട് എൻ്റെ ന്യൂസിന് പ്രാധാന്യം കൊടുത്തു. അതായത് എന്നെ കരിവാരി തേക്കുന്ന രീതിയിൽ അവർ പ്രതിഷ്ഠിച്ചു. അതൊരു നല്ല ടീം വർക്കായിരുന്നു. ഇപ്പോൾ ഉണ്ടായ ഈ കോളിളക്കത്തിന് പ്രധാന കാരണം സജിന തന്നെയാണ്. എന്നെ ഇതിലേക്ക് വലിച്ചഴിച്ചതും സജിന തന്നെയാണ്. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു ഓപ്പൺ ബുക്കാകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവരുടെ ഓവർ സ്മാർട്ട്, സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും അവരുടെ ടീമിൻ്റെ ഓവർ സ്മാർട്ടാണ് എന്നെ ഇപ്പോൾ ഈ ഒരു കുടുക്കിൽ കൊണ്ടുവന്ന് എന്നെ ഇതെല്ലാം പറയാൻ കാരണമാക്കിയത്. ഈ പറയുമ്പോഴും ഇത് ഞാൻ ഒരു വിജയമായി കാണുന്നില്ല, ഇതൊരു വിജയപരാജയമല്ല. പക്ഷേ ഇത് പറയാനൊരവസരം, അതായത് ഇത് പറയാൻ എന്നെക്കൊണ്ട് ഈ കളത്തിൽ അവർ ഇരുത്തിയതാണ്. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ദുഃഖങ്ങൾ ഞാൻ പറയില്ല. പൊതുവേ എൻ്റെ ദുഃഖങ്ങൾ ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ഈ ജീവിതാനുഭവം ഫുള്ള് എനിക്ക് പറയേണ്ടി വരുന്ന എൻ്റെ ഈ ഒരു അവസ്ഥ, അതൊരു വല്ലാത്ത വൾണറബിളായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കം അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഞാൻ ഈ വീഡിയോ സജിന ഇട്ട എന്നെ വികൃതമായി അല്ലെങ്കിൽ മോശക്കാരനാക്കി കള്ളം പറഞ്ഞിട്ട ആ വീഡിയോയ്ക്ക് ശേഷം കുറച്ച് സമയമെടുത്ത് ഈ വീഡിയോ ഇപ്പോൾ പുറത്തു വരാൻ. അതിന് പ്രധാന കാരണം ഈ സജിന പറയുന്നത് പോലെ എന്തും വായ്ത്തോന്ന് വിളിച്ച് പറയല്ല, റിയലായിട്ടുള്ള കാര്യം അത് പറയുമ്പോൾ പോലും അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും വേണം. കാരണം അത്രമേൽ സെൻസിറ്റീവായൊരു വിഷയമാണിത്. ഇതിൽ വരുന്ന ഓരോ വ്യക്തികളും ചില്ലറക്കാരല്ല. ഇത് മൊത്തം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. നാളെ ഒരുപക്ഷെ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. കാരണം അത്രയും വലിയവരാണ് ഈ നിൽക്കുന്നത്. അത്രയും കള്ളക്കേസിൽ എന്നെ കുടുക്കിയേക്കാം. കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ളവരാണ് സജിന ഉൾപ്പെടെ. സജിന എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ 10 വർഷം ഞാൻ ജീവിച്ചപ്പോഴും എന്നെ വരട്ടാൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒന്നുകിൽ അവൾ എൻ്റെ പേരെഴുതി വെച്ച് സൂയിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മകളെ വെച്ച് പോക്സോ ഇട്ട് തരുമെന്ന്. അവൾ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പിടിക്കപ്പെടുമ്പോഴും ഒക്കെ അവൾ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത്രയും ക്രിമിനൽ മൈൻഡാണ്. ഏതറ്റം വരെ വേണമെങ്കിലും വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും സജിന പോകും. അപ്പോൾ ഇപ്പോഴുണ്ടായ ഒരു കോളിളക്കം ഇതാണ്. സജിന ഒരു ദിവസം, ഈ ഒരു മാസം പോലും ആയില്ലല്ലോ, ഒരു ദിവസം അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് അവളൊരു വീഡിയോ ഇടുകയാണ്. റസൂൽ പൂക്കുട്ടിയും സജിനയുമായി 4 വർഷമായിട്ട് പ്രണയത്തിലാണ്, 3 മാസം ഗർഭിണിയാണെന്ന്. അടുത്ത ദിവസം തന്നെ കുറച്ച് മണിക്കൂർക്കുള്ളിൽ തന്നെ അവളുടെ അക്കൗണ്ടിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്തു. അതെനിക്ക് തോന്നുന്നു റസൂൽ പൂക്കുട്ടി ഈ ഓൾറെഡി വുമണൈസർ ആണല്ലോ, അപ്പോൾ ഇയാളെ തേച്ചിട്ട് പോകാനായിട്ടുള്ള എന്തോ പരിപാടി അതിനകത്ത് വന്നു കാണും. അപ്പോൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് സജിന വീഡിയോ ചെയ്തത്. എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയാവുന്നൊരു കാര്യമുള്ളൂ. അപ്പോൾ അതിനും ആ സമയത്ത് ഈ വീഡിയോ ഇട്ട സമയത്ത് തന്നെ കോംപ്രമൈസ് ആയിക്കണം, അതാണ് ഡിലീറ്റ് ചെയ്തത്. ഈ 1 മാസത്തിന് ശേഷം സെയിം സിനാരിയാണ് സംഭവിച്ചിരിക്കുന്നത്. പൂക്കുട്ടി വന്ന് അവളെ തേച്ചിട്ട് വന്ന് നോക്കുന്നു. അവൾ വന്നിട്ട് 9 ആഴ്ച എന്ന് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് അവളുടെ ഇൻസ്റ്റാഗ്രാമിലിടുന്നു. പിന്നെ അത് ഡിലീറ്റ് ചെയ്യുന്നു. അതായത് കോംപ്രമൈസ് ആകുമ്പോഴത്തേക്ക് അത് ഡിലീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇത് കൈവിട്ട് പോയി എന്നറിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മെഴുകാനായിട്ട് അടുത്ത ഒരു കഥയുമായിട്ട് വരുന്നു, ഹാക്കിംഗ് കഥയുമായിട്ട് വരുന്നു. ഒരു കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. ഭയങ്കര മെഗാസ്റ്റാർ ഹാക്കറാണ് കേട്ടോ. ആ ഹാക്കറിനെ നമുക്ക് നമ്മുടെ ഗവൺമെന്റിലോട്ട് മാറ്റണം. കാരണം പല കേസുകളും തെളിയിക്കാനുണ്ട്. സത്യം ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ ഈ പെണ്ണ് കൊണ്ട് ഇട്ടപ്പെടുത്തേക്ക് വന്നൊരു കാര്യം ആലോചിക്കണം. നമ്മളും ഈ അരിയാഹാരം തന്നെ കഴിക്കുന്നത്. അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുമെന്നതാണ്. വാട്ട് ടുക്ക് യു സോ ലോങ് ടു റെസ്പോണ്ട്? എനിക്കതാ മനസ്സിലാവും. അത് ഏത് ഹാക്കർ എന്നുള്ളത് ഞാൻ അങ്ങനെ തിങ്ക് ചെയ്ത്. ഹാക്കർ ആണെങ്കിൽ സജിന ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, സൈബർ വഴി കേസ് കൊടുത്തിട്ട് ആര് ലോഗിൻ ചെയ്തത് എവിടുന്നാന്നും ഈ പോസ്റ്റ് എവിടുന്ന് ഏത് റീജിയനാണ് പോസ്റ്റ് ചെയ്തതെന്നൊക്കെ സൈബറിന് കണ്ടുപിടിക്കാൻ പറ്റുന്ന കേസേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് ചെയ്യണം. അപ്പൊ ഹാക്ക് ചെയ്ത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ പ്രതിബിംബത്തെ തന്നെ നോക്കിക്കേണ്ട അവസ്ഥ വരും. ആ ഒരു അവസ്ഥ എന്തായാലും സജിനയ്ക്ക് വരാതിരിക്കട്ടെ. അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. പക്ഷെ എന്തൊക്കെ നമ്മൾ മെഴുകിയാലും പ്രപഞ്ചനീതി, ദൈവനീതി എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങളുണ്ട്. അത് സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു എളുപ്പമില്ലാതെ ഇങ്ങനെ പച്ചക്കള്ളം അടിക്കടി മാറ്റി പറഞ്ഞ് ജനങ്ങളെപ്പോലും വിഡ്ഢികളാക്കാൻ കാണിക്കുന്ന ഈ ഒരു മനസ്സ്. അപ്പോൾ എന്തായിരിക്കും 10 വർഷമായിട്ട് ഞാൻ കൂടുതലപ്പോൾ എന്നെ പൊട്ടനാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏതായാലും അവൾ ആദ്യം ഇട്ട പോസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സോഷ്യൽ മീഡിയയാണ്. ഇവളുടെ വീഡിയോയും ഇവളും റസൂൽ പൂക്കുട്ടി ഹഗ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ മറ്റ് ചാനൽസ് എടുത്തിട്ട് അവർ അത് വാർത്തയാക്കി. കാരണം അവർക്കറിയാം സജിന വന്ന് ഞങ്ങൾ സെപ്പറേറ്റ് ആയ സമയത്ത് സജിന വന്ന് ഡിവോഴ്സായി എന്ന് പറഞ്ഞിട്ട് 2 വർഷത്തിന് മുകളിലായിട്ടേ ഉള്ളൂ. 2.5 വർഷം മാക്സിമം. അപ്പോൾ 2.5 വർഷമായി ഈ ഡിവോഴ്സ് എന്ന് സജിന പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥ സെപ്പറേറ്റഡ് ആണ് ആയത്. അപ്പോൾ 4 വർഷം ആയി പ്രണയത്തിലാണ്, 3 മാസം ഗർഭിണിയാന്ന് പറഞ്ഞപ്പം അവൾ ബാക്കിയുള്ളതൊന്നും ആലോചിച്ചില്ല. അതാണ് ഡിവൈൻ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അത് പക്ഷേ നമ്മുടെ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ആ വാർത്ത എടുത്തപ്പോഴേ അവർ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടിരുന്നു. അങ്ങനെ അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു ഉപകാരം ചെയ്യണം. സജിന എന്നെ വിളിക്കുന്നു.
എൻ്റെ ഒരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടു, അത് കൈവിട്ട് പോയി കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു എനിക്ക് നിനക്ക് നാണമില്ല ഇങ്ങനെ എന്നോട് പറയാൻ, എനിക്ക് അങ്ങനെ എന്ത് ഉപകാരമാണ് നീ ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഞാൻ വീഡിയോയുടെ ഫ്രണ്ടിൽ വന്നിട്ട് എൻ്റെ ഇതിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ചാനലിൽ വന്നിട്ട് പറയണം റസൂൽ പൂക്കുട്ടിയല്ല നമ്മുടെ ജീവിതം തകർത്തതെന്ന് പറയണം. ഞാൻ പറഞ്ഞു ഒരിക്കലും പറയില്ല, നമ്മുടെ ജീവിതം തകർക്കാൻ ഒരു പ്രധാനി പുള്ളി തന്നെയാണ്, അതുകൊണ്ട് ഒരിക്കലും ഞാനിത് പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സജിന വൈകിട്ടായപ്പോഴത്തേക്ക്, അന്ന് വൈകിട്ടാണെന്ന് തോന്നുന്നു, അദ്ദേഹം വന്നിട്ട് എന്നെ വീണ്ടും വിളിച്ചിട്ട് ഞാനിപ്പോൾ ഒരു ലൈവ് ഇടാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു സജിന എന്നെ ഇതിലേക്ക് വലിച്ചഴക്കരുത്, ഇത് ഞാനുമായിട്ട് ഒരു കണക്ഷനും ഇല്ല, നീ ഇതിലേക്ക് എന്നെ വലിച്ചഴക്കരുത് എന്ന് പറഞ്ഞു. സജിന അതൊന്നും കേൾക്കാതെ വന്നിട്ട് എൻ്റെ പേര് കൂടെ ചേർത്തിട്ട് എനിക്ക് ഫിറോസിക്കാർക്കും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് നാട്ടുകാർക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് റസൂൽ പൂക്കുട്ടിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ അതിൽ സംസാരിച്ചു. അപ്പം ഞാനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്താണ് കരുതുക, എനിക്ക് മെസ്സേജ് വന്നതും അങ്ങനെയാണ്. ഞാൻ ഇതിനകത്ത് അതായത് ഈ അഡൾട്ടറിക്ക് ഞാനും കൂടെ സമ്മതം മൂളുകയാണ് എന്നുള്ള രീതിയിലേക്കാണ് വന്നത്. അപ്പോൾ ഞാൻ വന്ന് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട്, അപ്പോഴും സജിനയെ ഞാൻ കുറ്റം പറയുന്നില്ല, നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഞാൻ ഒരിക്കലും സജിനയെ എവിടെയും ഞാൻ കുറ്റം പറഞ്ഞ് കാണിച്ചിട്ടില്ല. ഞാൻ അപ്പോഴും ഇൻഡയറക്റ്റായിട്ടാണ്, റസൂൽ പൂക്കുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു, ഇൻഡയറക്റ്റാണ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. എത്ര വലിയ അവാർഡ് മേടിക്കുന്നവനും ഒരു സമയം ദൈവം അവന് പണി കൊടുക്കും എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പോയത്. ഇത് വീണ്ടും ഈ വാർത്തകൾ, അതായത് റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള സജിനയുടെ വാർത്തകൾ അവർക്ക് കൂടുതൽ ഈ റസൂൽ പൂക്കുട്ടിക്ക് വാരി തീർക്കുന്ന രീതിയിലേക്ക് വന്നത് കാരണം സത്യം തന്നെയാണല്ലോ. വീണ്ടും അവർ എന്നെ ഇരയാക്കിയിട്ട് സജിന വന്നിട്ട് ഒരു വീഡിയോ ഇടുകയാണ്. ആ വീഡിയോ ഇടാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് റസൂൽ പൂക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും, രണ്ടാമത് എനിക്ക് ഈ സമയം ഒരു ഓഡിയോ കിട്ടുകയാണ്, ഒരു വളരെ എവിഡൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ. ഈ ഓഡിയോ സജിന തന്നെ റെക്കോർഡ് ചെയ്ത് റസൂൽ പൂക്കുട്ടിയും സജിനയുമായി സജിനയായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, ആ ഒരു കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്തിട്ട് അവരെ സുഹൃത്തുക്കൾ, ഇവരുടെ കൂടെ നിന്ന സുഹൃത്തുക്കൾക്ക് ഇവിടെ പണി കൊടുത്തായിരുന്നു, ഇവിടെ റസൂൽ പൂക്കുട്ടി കൂടെ. അത് കുറച്ച് പേരുണ്ട്, ഞാൻ പേരുകൾ പറയുന്നില്ല. അപ്പോൾ അതിൽ കുറേ പേര് എൻ്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെ നല്ല പണി അവർക്ക് വെച്ച് കൊടുത്ത് അവരുമായിട്ട് പിരിഞ്ഞ സമയത്ത് അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റെക്കോർഡ് സജിന അതിനകത്ത് കുറ്റക്കാരിയല്ല എന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി റസൂലിനുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ നേരെ ഇവർക്ക് അയച്ചു കൊടുത്തു. അവരതെനിക്ക് സെൻഡ് ചെയ്തു. അല്ലെങ്കിൽ ആ ഓഡിയോ അങ്ങനെ ഒരു ഓഡിയോ ഒരിക്കലും എനിക്ക് കിട്ടേണ്ടതുള്ളതല്ല. അത് ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് കേൾപ്പിക്കാം. പിന്നെ എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഷാജിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ, അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്കൊന്ന് മൂടി വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്ന കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതെല്ലാം ഞാൻ കൂടെ നിൽക്കാം. അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല, അതെല്ലാം ഞാൻ വലിയ പൈസ അച്ഛൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണുള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛനടുത്ത് പറഞ്ഞത്, അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ, ഇവരുടെ ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മെഡിസിൻ തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ ന്യൂസിൽ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യം ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായല്ലോ കുഞ്ഞുണ്ടായത്. ഇനി റസൂലിക്ക, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഇവരുടെ ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോൾ. ഞാൻ പറഞ്ഞോട്ടെ എന്ത് രക്ഷിക്കും, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ് എന്തോന്ന് ആണല്ലോ. റസൂലിക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞെങ്കിൽ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് അല്ലല്ല, ഇനിയിപ്പോ എനിക്ക് എനിക്ക് പറ്റത്തില്ല. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട്. എല്ലാം ഞാൻ കുടുംബക്കാരെ വിടാം. എന്നിട്ട് ഇയാൾ നമ്മളെല്ലാം സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സജിന ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്കടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. ഞാൻ അതിന് വലിയ ഷോക്ക്ഡായിരുന്നു, വളരെ ഷോക്ക്ഡോ?
എന്ത് നിങ്ങൾ കുഞ്ഞു പോയുണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് UAE നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു, കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്ട് ചെയ്യുക, കുഞ്ഞിന് എത്രയും കെയറിംഗ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു പറഞ്ഞതിന് ശേഷം അത്രയും കെയറിംഗ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴാലും നിങ്ങൾ എൻ്റെ വീട്ടുകാർക്ക് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്ക്, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്ക്. വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ടായതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ശരി, പ്രൊട്ടക്ഷൻ എടുക്കണേ, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും എനിക്കറിയാം ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പൊ നമ്മൾ കറക്റ്റ് നിങ്ങളെ പീഡിപ്പിച്ച് മേടിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇൻജെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണല്ലോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കി, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? ഇപ്പോൾ ഈ കേട്ടത് ഇതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. വിശദമായിട്ട് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് എൻ്റെ ലൈഫിൻ്റെ കുറച്ച് സജിനയിൽ നിന്ന് കുറച്ചുകൂടെ മുന്നേക്ക് പോകേണ്ടതുണ്ട് ഇതിൻ്റെ ഒരു, കാരണം കുറേ അലിഗേഷൻസ് അവൾ പറഞ്ഞത് കാരണം എനിക്ക് അത് കൂടി പറയേണ്ടതുണ്ട്. അറിഞ്ഞോ അറിയാതെ മറ്റു പലരെയും കൂടി സജിന ഇതിനകത്ത് കൂട്ടുപിടിക്കാൻ ശ്രമിച്ചു. അവർ നിന്നു കൊടുത്തില്ല, പക്ഷേ അവരുടെ കുറച്ച് കാര്യം കൂടി ഇതിനകത്ത് ചേർത്തു. ഞാൻ എന്തായാലും അവരുടെ പേരുകളും ഒന്നും പറയാതെ തന്നെ അത് പരാമർശിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് മുന്നോട്ടുള്ള ലൈഫ് കൂടെ പറയേണ്ടി വരും. അത് മറ്റൊന്നുമല്ല, ഞാൻ ഡേഞ്ചറസ് ബോയ്സ് ഒക്കെ കഴിഞ്ഞ് സൂര്യ ടി വിയിൽ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് ഡേഞ്ചറസ് ബോയ്സിൻ്റെ സമയം മുതലേ ഒരു കുട്ടി എനിക്ക് ഫോൺ വിളിക്കുകയും ഒക്കെ ചെയ്ത് ഞാനുമായി ചാറ്റ് ചെയ്തൊക്കെ ചെയ്യുന്നൊരു കുട്ടി കുറച്ച് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള കുട്ടിയാണ്. അങ്ങനെ ആ ചാറ്റിങ്ങിൽ ഞങ്ങൾ അങ്ങനെ കോൺവെർസേഷൻ പുരോഗമിച്ച് പോകുന്നു. അങ്ങനെ ഞങ്ങൾ പ്രണയത്തിലാകുന്നു. അവസാനം അത് കല്യാണത്തിൽ രണ്ട് വീട്ടുകാരും അറിഞ്ഞ് അത് കല്യാണത്തിലേക്ക് വരുന്നു. അതൊരു വലിയ ഫംഗ്ഷനായിട്ട് തന്നെയാണ് ആ കല്യാണം നടന്നത്. അന്ന് ആ കല്യാണം നടക്കുമ്പോൾ നമ്മുടെ റിലീജിയൻ അടിസ്ഥാനമാക്കി നമ്മുടെ മഹലിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ഒരു വെപ്പും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം തോന്നുന്നു. അപ്പം മഹല് വഴി ആണ് അന്ന് നമ്മൾ രണ്ടുപേരുടെയും മഹലിൽ നിന്ന് ആൾക്കാർ വന്ന് രജിസ്റ്റർ ചെയ്തു, ഒക്കെ നമ്മൾ പോകാൻ കഴിച്ചു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ലീഗലി രജിസ്റ്റർ ചെയ്തില്ല. അപ്പോൾ ലീഗലി രജിസ്റ്റർ ചെയ്യാത്ത അതിനെക്കുറിച്ച് നമുക്ക് അത്ര ബോധേടല്ലായിരുന്നു, അല്ലെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ട് അത് അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ അത് രജിസ്റ്റർ ചെയ്തില്ല. അപ്പോൾ പള്ളി വഴി മാത്രമുള്ളൊരു ഉടമ്പടി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കുഞ്ഞായി, അതിലെനിക്കൊരു മോളുണ്ട്, ആയി കുറച്ച് മാക്സിമം ഞങ്ങളൊരു 3 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. ചില കാരണങ്ങളാൽ നമ്മൾ സെപ്പറേറ്റ് ആവേണ്ടി വന്നു. അതൊരു ഡിവോഴ്സിങ് പ്രോസസ്സ് പോലെ തന്നെയാണ്. കാരണം അദ്ദേഹം വേറെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. ഞാൻ ഇത് കഴിഞ്ഞൊരു 2 വർഷങ്ങൾ കഴിഞ്ഞ്, ഞാൻ ഇപ്പോഴും പറയുന്നു, ആ വ്യക്തികളെ ഇതിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല. സജിന ഈ സിനാരിയോ അവതരിപ്പിച്ചതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അവർ വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞാലേ എനിക്ക് എന്തെങ്കിലും തിരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ മറുപടിയോ കാര്യങ്ങളോ എനിക്ക് വിശദമായി അതിനെക്കുറിച്ച് പറയാൻ പറ്റും. സോ അവർ സുഖമായിട്ട് ജീവിക്കുന്നതാണ്. അവർക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ലാത്ത വ്യക്തികളാണ്. അവർ വളരെ റെപ്യൂട്ടഡ് ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ ആ കഥയിലേക്ക് പോകുന്നില്ല. അപ്പോൾ സജിൻ ഇത് കഴിഞ്ഞിട്ട്, കാരണം ഇത് ഞാൻ പറയാൻ കാര്യം ഇല്ലീഗൽ മാരേജ് എന്നൊക്കെ ഒരു സംഭവം അവളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയായിരുന്നു. ഇത് കഴിഞ്ഞ് ഈ കഥകളെല്ലാം സജിനയ്ക്ക് അറിയാം. ഈ മോളെ കാണാതെ ഞാൻ ഉണ്ടായിരുന്ന എൻ്റെ ഡിപ്രഷൻ 2 വർഷം, ഞങ്ങൾ പിരിഞ്ഞ് സെപ്പറേറ്റ് ആയതിനു ശേഷം 2 വർഷം ഡിപ്രഷനിലായിരുന്നു. അങ്ങനെ ആ സമയത്താണ് 2 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഞാൻ സജിന എൻ്റെ ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു. കാരണം എൻ്റെ വേറെ ഫ്രണ്ടുണ്ട് നിയാസ് എന്ന് പറഞ്ഞിട്ട്, ഇവളുടെ വീടിന് തൊട്ടടുത്ത, ഞങ്ങൾ ഏകദേശം ഞാനും സജിനയായിട്ടുള്ള വീടിൻ്റെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ സജിനയുടെ വീടിന് തൊട്ടടുത്തുള്ളത് നമ്മുടെ ഒരു അകന്ന ബന്ധുവാണ്, നിയാസ് എന്ന പേര്. അപ്പോൾ അവൻ എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ പല പ്രോഗ്രാമിലും ഡേഞ്ചറസ് ബോയ്സിൽ ഉൾപ്പെടെ ഞാൻ ചാൻസ് കൊടുത്തിട്ടുള്ള പയ്യനാണ്. അങ്ങനെ അവൻ വഴി മ്യൂച്വൽ ഫ്രണ്ടായിട്ട് സജിന എനിക്ക് റിക്വസ്റ്റ് അയച്ചു. അതിനകത്ത് ഇവളുടെ അഭിനയമോഹമായിരുന്നു ഇവളുടെ പ്രധാനത. അങ്ങനെ എന്നെ പരിചയപ്പെട്ടു. അഭിനയത്തെക്കുറിച്ചുള്ള പറഞ്ഞ് എന്തോ ടെലിഫിലിമിലൊക്കെ അഭിനയിക്കാൻ പോയി, ചാൻസ് കിട്ടിയില്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പുകൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഞങ്ങളങ്ങനെ കോൺവെർസേഷനായി, നല്ല അടുപ്പമായിട്ട്. ഞാൻ അങ്ങനെ സജിനയുടെ ഓഫീസ്, അതായത് സജിന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കമ്പനിയിൽ റിസപ്ഷനിസ്റ്റായിട്ട്. നമ്മൾ അവിടെ ചെന്ന് ഇവിടെ ഞാൻ കാണുന്നു. അങ്ങനെ ആ പരിചയം, പ്രണയത്തിലാകുന്നു. അപ്പോൾ ഇവളുടെ ജീവിതകഥ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എൻ്റെ കഥ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു 2 വർഷവും, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അവൾ തിരിച്ച് അവളുടെ കഥ എൻ്റെ അടുത്ത് പറഞ്ഞത് 17ാമത്തെ വയസ്സിൽ അവൾ മറ്റൊരു മതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടി. എന്നിട്ട് അവിടുന്ന് 1 വർഷം കൊണ്ട് കഴിഞ്ഞപ്പോഴോ അങ്ങനെ അവർ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ആ പയ്യനെ മതം മാറ്റിയിട്ട് അവർ ലീഗലി വിവാഹം കഴിപ്പിച്ച് കൊടുത്തു. അങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതിലൊരു മോള് സജിനയ്ക്കുണ്ട്. അങ്ങനെ അവർ പിരിയാൻ കാരണം അദ്ദേഹം മദ്യപിച്ചിട്ട് എന്നും വന്ന് അദ്ദേഹം എടുത്തിട്ട് അടിക്കും, കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിടാൻ പോയി. ഇങ്ങനെയൊക്കെയുള്ള കഥയാണ് ആ വ്യക്തിയെക്കുറിച്ച് സജിന എന്നോട് പറഞ്ഞു തന്നത്. എനിക്കല്ലാതെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയുന്നില്ല.
അപ്പം ലാസ്റ്റ് ഞാനും സജിനെ അങ്ങനെ വിവാഹം കഴിക്കാനുള്ളൊരു പ്രോസസ്സിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഈ നിയാസിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുന്നു, സജിനെ ഇങ്ങനെ, കാരണം അവൻ്റെ എനിക്ക് അത്ര അടുത്തറിയാവുന്നതാണ്. അപ്പോൾ സജിനയ്ക്ക് അടുത്തറിയാവുന്ന, സജിനയുടെ വീടിന് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളതാണ്. അപ്പോൾ അവനോട് ഞാൻ ചോദിക്കുന്നു, മോനെ ഇത് എങ്ങനെയുണ്ട്, പിന്നെ സജിനെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് കാഷ്വലി ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ ഇവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്ന് ഫോണൊന്ന് കട്ട് ചെയ്യുക, ഫോണിൽ ചോദിച്ചത് ഞാൻ തിരിച്ച് പറയാൻ വേണ്ടി 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് വിളിച്ചിട്ട് ഞാൻ കുഴപ്പമില്ല സംസാരിച്ച് നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിവാഹം കഴിച്ചൊരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളുടെ മൊബൈലിൽ നിന്ന് എനിക്ക് കുറച്ച് ചാറ്റുകൾ കണ്ടു. അത് ഈ നിയാസും ഇവളുമായിട്ടുള്ള കോൺവെർസേഷനാണ്. അപ്പം കഥ ഇതാണ്. എന്നോട് ചിലർ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു ഓൾറെഡി ഈ നിയാസും ഇവളുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നുള്ള ആ ഏരിയയിൽ തന്നെയുള്ള ചില എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. പക്ഷേ ഞാനന്നത് വിശ്വസിച്ചില്ല. അപ്പോൾ നിയാസും ഇവളുമായിട്ട് ഒരു ഭാര്യ ഭർത്താവ് പോലെ തന്നെ അവരുടെ വീട്ടിൽ അത്രയും സ്വാതന്ത്ര്യമുള്ളൊരു വ്യക്തിയാണ് നിയാസ്. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര പ്രണയത്തിലായിരുന്നു, ഒരു ഭാര്യ ഭർത്താവ് പോലെ ജീവിച്ചിരുന്നതാണ്. അങ്ങനെ ഈ ഒരു വിഷയം ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ സജിനയെ അവരുടെ വീട്ടിൽ പോയിട്ട് സജിനയുടെ വീട്ടിൽ പോയിട്ട് ഈ നിയാസ് അവരുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അവരുടെ വീട്ടുകാരാണ് പറഞ്ഞു നമുക്കൊരു ജീവിതം കിട്ടിട്ട് നീ ഇടയ്ക്ക് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അതിനകത്തുണ്ട്. ഇത് സജിനയുടെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഈ ചാറ്റിനകത്ത് വളരെ മോശമായിട്ടുള്ള ചാറ്റ്, അത് ഒരു ഭർത്താവും കാണാൻ പാടില്ലാത്ത രീതിയിലെ ചാറ്റുകളും. അപ്പോൾ അതിൽ നിന്ന് തന്നെ തെളിഞ്ഞു ഇവരുടെ പഴയ ജീവിതത്തിൻ്റെ കാര്യങ്ങളും ഇവരുടെ പ്രണയത്തിൻ്റെ കാര്യങ്ങളും. അപ്പോൾ അതൊരു നല്ല ഷോക്കുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് അന്ന് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ എനിക്ക് ഡിവോഴ്സ് വേണം, നമുക്ക് പിരിയാം, ഇതൊരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഇവൾ പല രീതികളുടെ അഭിനയം അഭിനയിക്കുന്നില്ല. ഞാൻ പറ്റില്ലെന്ന് ഉറപ്പിച്ച് തന്നെ ഞാൻ പറഞ്ഞു. കാരണം ഒന്നാമത്തെ ജീവിതം അങ്ങനെയായി, രണ്ടാമത്തെ ജീവിതം എടുത്തത് എനിക്ക് ഇനിയിപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, ഇത് എനിക്ക് ഇവിടെ നിർത്താം, എനിക്ക് അങ്ങനെ ഒരു തലവേദന എടുക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലേഡ് എടുത്തിട്ട് കയ്യിൽ കട്ട് ചെയ്തു, ഒരു 2-3 ഇങ്ങനെ ടക്ക് 2-3 കട്ട്. അപ്പോഴത്തേക്ക് ബ്ലഡ് പമ്പ് ചെയ്ത് ഞാൻ ആകെ പാനിക്കായിപ്പോയി. അങ്ങനെ ലാസ്റ്റ് അവളെ ശരി പോട്ടെ ഇനി ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞിന് 2 വയസ്സായി. അങ്ങനെ കുട്ടിയൊക്കെ ആയതിനു ശേഷം നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് വേറെ ഫ്ലാറ്റിലേക്ക് താമസമായി. അവിടുന്ന് തൊട്ടടുത്ത ഫ്ലാറ്റിലെ ഒരു ഈ ആൽബങ്ങൾ സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഹസ്ബൻഡ് അസോസിയേറ്റ് ഡയറക്ടറാണ്, ഇവർ അസിസ്റ്റൻ്റായിട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഇവർ മലപ്പുറത്ത് ഒരു ആൽബത്തിൻ്റെ വർക്കുമായിട്ട് ആ സമയത്ത് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ്. ഞങ്ങൾ വീടോട്ട് നല്ല അടുപ്പമായി ഈ 2 പേരും. അങ്ങനെ സജിനയുടെ ഈ അഭിനയമോഹം കാരണം സജിന അവരുടെ അടുത്ത് ആ കുട്ടിയെടുത്ത് ഇങ്ങനെ അവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ ഈ ആൽബത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് സജിനയെ മലപ്പുറത്ത് കൊണ്ടുപോവുകയാണ്. മലപ്പുറം ഒരു പുതുക്കാട് അങ്ങനെ പറഞ്ഞ സ്ഥലത്ത്, കോട്ടയ്ക്കൽ പുതുക്കാട് എന്നുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം. അവരവിടെ ആൽബം പോകുന്നപ്പം ഒരു ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇവർ വരുന്നു, ഒരാഴ്ച ഒക്കെ അവിടെ കാരണം ഒരു പാട്ടിനൊക്കെ ഒരാഴ്ച എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണത്തു. അങ്ങനെ സജിന വരുന്നു, ഞാൻ ഈ മൊബൈലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നു, ആദ്യമൊന്നും കണ്ടില്ല. പക്ഷേ പയ്യെ എനിക്ക് മനസ്സിലായി അതിനകത്ത് അതിൻ്റെ ഡയറക്ടറുമായിട്ട് സജിന പ്രണയത്തിലാണെന്നുള്ളത്. അങ്ങനെ ഞാനത് പിടിക്കുകയാണ്. അത് ഷാനിഫ് ഐരൂർ എന്നാണ് അവൻ്റെ പേര്. ഗുഡ് ഈവനിങ്, ഷാനിഫ് ഐരൂരാണ്. ഒരു പ്രൊജക്ടിൻ്റെ ലൊക്കേഷനിലാണ് എല്ലാവരും ഉള്ളത്. ഒരുപാട് പ്രത്യേകത നിറഞ്ഞിട്ടുള്ള ഒരുപാട് അങ്ങനെ ഷാനിഫ് ഐരൂരെ ഞാൻ വിളിച്ച് അവൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ വലിയ വിഷയമാകുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഇപ്പം ഞാനുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നത്, അവൾ ഇങ്ങോട്ട് വന്നതാണ് കാര്യങ്ങൾ. അവൻ കുറേ ഗ്ലോറിഫൈ ചെയ്ത് അവൻ്റെ കാര്യങ്ങൾ പറയുന്നു. അതങ്ങനെ ഒരു സംഭവമായിട്ട് അതൊരു വല്ലാത്ത സ്റ്റേജായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞിട്ടും ഇവൾ പിന്നെ ഈ സജിനയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പേടിയോ നാണോ മാനോ അങ്ങനെയുള്ള സാധനമൊന്നുമില്ല. ഏതറ്റം വരെ വേണമെങ്കിലും തൻ്റെ വിജയത്തിന് വേണ്ടി പോകും. താൻ എന്തിഷ്ടപ്പെടുന്നോ അത് നടത്താൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകും. ഇനി അവൾക്കൊരു അപ്പം ആ പ്രണയം പോലും അവൾ പറഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ ഒളിച്ചോടും, നിങ്ങൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ തിരിച്ചു വരട്ടാൻ തുടങ്ങി. അപ്പം കുഞ്ഞുണ്ട്, ആ കുഞ്ഞ് 2 വയസ്സോളമായിട്ടുള്ള മകനാണ്. പിന്നെ അത് കൂടാതെ എൻ്റെ സെക്കൻഡ് മാരേജാണ്. പിന്നെ ആ സമയമായപ്പോഴത്തേക്ക് ഓൾറെഡി ഇത്രയും 2 വർഷത്തോളം 2-2.5-3 വർഷമായില്ലേ ഞങ്ങൾ ജീവിച്ചു തുടങ്ങിയിട്ട്. ഞാൻ സജിനയുമായിട്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റിലേക്ക് വന്നു. പക്ഷേ തിരിച്ചത് ഉണ്ടായിരുന്നില്ലെന്നുള്ള എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഇതിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഷാനിഫ് ഐരൂർ അതിൻ്റെ ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പ്രൊഡ്യൂസർ നജീം കല്ലറ പാകിസ്ഥാൻ മുക്കിലുള്ള ഒരുത്തനാണ്. അവനാണ് ഈ ആൽബത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അവൻ ഈ മലപ്പുറത്ത് വന്ന് കോട്ടയ്ക്കൽ പുതുക്കാട് വന്ന് സെറ്റിലായിരിക്കുകയാണ്. ഇങ്ങനെ ഈ സ്ഥിരം ഇങ്ങനെ ആൽബം ചെയ്യുന്നവരോ പെൺപിള്ളേരെ കൊണ്ടുവന്നു ഇങ്ങനെയൊക്കെ ആൽബം ചെയ്യുന്നവർ ഒരു ടീമാണ്. അങ്ങനെ ഇവനെന്തോ അവൻ്റെ ബാങ്കിൽ 1 കോടി രൂപ കിടപ്പുണ്ട്, ഇവനിപ്പോൾ ആരുമില്ല ഇവന് അതൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥിരം ചില ടീമുകൾ അടിക്കുന്ന നാടക ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ അടിച്ച് ഇവന് ഒരു സ്നേഹത്തിന് വേണ്ടി കുതിക്കുന്നതാണ്. മറ്റേ ഭയങ്കര സാധനങ്ങൾ ഇതൊക്കെ അടിച്ചിട്ട് ഇവളുമായിട്ട് കണക്റ്റഡ് ആകുന്നു. അവസാനം ഒരു സുപ്രഭാതത്തിൽ സജിന ഇവൻ്റെ കൂടെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. അത് എനിക്ക് സത്യത്തിൽ ഞാൻ മരിക്കണോ വേണ്ട എന്നുള്ള സിറ്റുവേഷനാണ്. കാരണം ഈ കുഞ്ഞില്ലായിരുന്നു ഒരു പക്ഷേ ഞാൻ ഉറപ്പായിട്ട് അതിനുള്ള പ്രതികാരം ഞാൻ വീട്ടിയാണ്. പക്ഷേ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടും
എനിക്ക് വല്ലാത്ത അവസ്ഥയുണ്ട്, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് സജിനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ അന്നേരം ഈ നജീബിനെ വിളിക്കുന്നുണ്ട് പല പ്രാവശ്യങ്ങളിൽ. അപ്പോൾ ഇവർ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ലീഗലി പോകാതിരിക്കാൻ വേണ്ടി ഒരു വിചിത്രമായ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി അത് വീഡിയോ എടുത്തിട്ട് എനിക്ക് ആ വീഡിയോ ഇട്ട് തന്നു. 8 വർഷങ്ങൾക്ക് മുന്നേ അയച്ച ആ വീഡിയോ ആണ്. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴത് ഐക്ലൗഡിലുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. പിന്നെ എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ചോദിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഫിറോസിനോട് ജീവിക്കാൻ. ഒക്കെ വട്ടണ്ട. എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എൻ്റെ ലൈഫിൽ നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും അതായത് നാളെ ഒരു ലീഗൽ ഇഷ്യൂ വന്നാൽ അവൻ സേഫ് ആവാൻ വേണ്ടിയിട്ടാണ് അവൻ അത് പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും. അത് നിൻ്റെ ഇഷ്ടപ്രകാരമാണോ ഇത് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് സേഫ് ആവുള്ള ഒരു എഗ്രിമെൻ്റാണ് തയ്യാറാക്കിയത്. അങ്ങനെ ഞാൻ പക്ഷേ എനിക്ക് ആ സമയമൊക്കെ ഇവളടുത്ത് ഇവളി തെറ്റുകളൊക്കെ ചെയ്യുന്നെങ്കിൽ ഞാൻ ഇവിടെ കൂടെ ചേർക്കുകയാണ്. കാരണം എനിക്ക് അത്രമാത്രം ഒരു സ്നേഹമാണ്. ഈ ചിലർ ഇനി എത്ര വലിയ തെറ്റുകൾ ചെയ്താലും നമ്മൾ മാപ്പ് കൊടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവരോട് അത്രമാത്രം നമ്മൾ സ്നേഹിച്ചു. വേദനയോട് കൂടിയാണെങ്കിലും നമ്മൾ അവരെ ചേർത്ത് നിർത്തും. കുറച്ച് പേരെങ്കിലും അങ്ങനെ ഉണ്ടാകും. ഈ പോയി കാണുന്ന നിങ്ങളിൽ തന്നെ ചിലർ എന്നെ ഒരുപക്ഷെ ഇവൻ എന്തിനു മുന്നയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു അനുഭവം വന്നപ്പോഴത്തേക്ക് കളഞ്ഞൂടെ എന്ന് ചോദിക്കാം. പക്ഷേ കുറച്ച് പേർക്കെങ്കിലും എൻ്റെ ഈ ഫീലിങ്സ് മനസ്സിലാവും. നമ്മൾ അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ തെറ്റ് ചെയ്താൽ നമ്മൾ അവരെ കളയാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ അറ്റാച്ച്, പ്രത്യേകിച്ച് കുഞ്ഞും കൂടി ഉണ്ടായതുകൊണ്ട്. അങ്ങനെ 3 മാസം അവർ ജീവിച്ചിട്ട് ലാസ്റ്റ് അവനൊരു ഫ്രോഡാണെന്നുള്ളത്. കാരണം അവൻ വണ്ടിയുടെ പരിപാടികൾ, അതായത് റെൻറ്റ് വണ്ടികൾ എടുത്തിട്ട് അതിൻ്റെ മേളിൽ വേറെ റെൻറ്റ് വെച്ച് അങ്ങനെയുള്ള ഉടായ്പ ബിസിനസ്സൊക്കെയാണ് അവൻ ചെയ്യുന്നതും. കംപ്ലീറ്റ് ഇല്ലീഗൽ ബിസിനസ്സുകളാണ്. അവന് കാക്കനാട് ജയിലിൽ കുറച്ച് നാൾ കിടന്നു. പിന്നെ അത് കൂടാതെ നമ്മുടെ കണ്ണൂർ ജയിലിൽ അവൻ കുറച്ച് നാളുണ്ടായിരുന്നു. അങ്ങനെ ഒരു വല്ലാത്ത പക്ക ഫ്രോഡായിട്ടുള്ള ഒരുത്തരം. അങ്ങനെ അവൻ്റെ ഫ്രോഡ് ക്യാരക്ടറൊക്കെ സജിനയ്ക്ക് മനസ്സിലായിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് വിളിക്കുന്നു. ഞാൻ വരും, എനിക്ക് നിങ്ങളില്ല പറ്റില്ല, എന്തായാലും ഞാൻ വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം സത്യത്തിൽ എനിക്ക് സന്തോഷമായി പുള്ളി വരുമെന്നുള്ള. കാരണം കുഞ്ഞൊക്കെ ആ സമയത്ത് വല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു. ഈ സജിനയുടെ മകളില്ല, ഈ മകൾ ആക്ച്വലി സജിനയുടെ ഉമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത്. അത് ഈ 2 കുഞ്ഞുങ്ങളെ ഇവിടെ പ്രസവിച്ചു എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ പാല് കൊടുത്തു എന്നുള്ളതല്ലാതെ ഇവരുമായിട്ട് അങ്ങനെ വലിയ കമ്മിറ്റ്മെൻറ്റോ എല്ലാവരുടെ മുന്നിലും വീഡിയോയിലൊക്കെ ഒന്ന് പറയും എൻ്റെ ഉമ്മയാണ് വലുത്, എൻ്റെ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അത് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. അവളുടെ സുഖം തന്നെയാണ് അവൾക്ക് വലുത്. ഇവർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങളോ അതോ കൊടുക്കുന്ന എല്ലാ ഒരു മാതാവെന്ന് പറയുന്നുള്ളൂ. ഇനി അല്ലെങ്കിൽ ഒരു മാതാവെന്ന് പറഞ്ഞാൽ വീട്ടിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു സാധനം വെച്ച് കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അപ്പോൾ അത് ഇവരുടെ ഉമ്മായിക്കും അറിയാം. ഉമ്മക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ കൊച്ചിനെ ഒരിക്കലും സജിനയുടെ കൂടെ വിട്ടില്ല. ഈ സ്കൂൾ വെക്കേഷൻ ടൈമിലാണ് ഇപ്പം നമ്മൾ താമസിക്കുന്നിടത്തേക്ക് കുട്ടിയെ കൊണ്ടുവരുന്നത്. ആ സമയത്ത് പോലും ഞാനാണ് ഇവിടെ രാവിലെ എഴുന്നേക്കില്ല. അതായത് ഉച്ചയ്ക്ക് ഒരു 12-12:30 ആവും എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഇവിടെ ഉണർത്തുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചായ ഇട്ടുകൊണ്ട് കൊടുത്തിട്ട് അവളെ മോളെ വാപ്പയെന്ന് പറഞ്ഞ് എഴുന്നേൽപ്പില്ല. ഭയങ്കര വയലൻസാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വന്നിരിക്കുന്ന ഈ മോളും വന്നിരിക്കുന്ന സമയത്ത് ഞാനാണ് രാവിലെ എഴുന്നേറ്റ് ഇവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ തയ്യാറാക്കി കൊടുക്കുന്നത്. ആ കുഞ്ഞിനെക്കുറിച്ചാണ് സജിന പരാമർശിച്ചത്. ഞാൻ കുഞ്ഞിനെ മാറ്റി നിർത്തുന്നത്, ഇതേ കുഞ്ഞിനെ വെച്ചിട്ടാണ് പോക്സോ ഇട്ട് തരുമെന്ന് ഇവൾ പലപ്പോഴും എൻ്റെ അടുത്ത് പറയാറുള്ളത്. കാരണം ഇവൾ ഏതറ്റം വരെ വരാനും കളിക്കും. ഇതേ സംഭവം തന്നെ ഇവളുടെ കൂട്ടുകാരികളെടുത്ത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ തെറ്റിയ കൂട്ടുകാരികളെടുത്ത് പറഞ്ഞത് അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ എന്തെങ്കിലും എൻ്റെ ബാക്കിൽ വരുമോ എനിക്ക് എന്തെങ്കിലും ഞാൻ അങ്ങേയറ്റം വരെ കളിക്കും. അങ്ങേർക്ക് ഞാൻ എൻ്റെ മോളെ വെച്ചിട്ട് പോക്സോ വരെ ഞാൻ ചെയ്തു കൊടുക്കും. ഇത് തന്നെ ഈ വിഷയങ്ങൾ നടക്കുമ്പോൾ ഒരു യൂട്യൂബറെ അടുത്ത് വിളിച്ച് അത് ചെയ്യിപ്പിക്കാൻ നോക്കി. ആ യൂട്യൂബർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഈ പോക്സോ ഇട്ട് കൊടുക്കണമെങ്കിൽ ഒരു ടെസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ആണോ? എന്നാൽ പിന്നെ അതല്ല, മാനസികമായിട്ട് പീഡിപ്പിച്ചത്. അപ്പോഴത്തേക്ക് ഉരുണ്ട് കളിക്കുന്നുണ്ട്. അത് അവന് വ്യക്തമായിട്ട് മനസ്സിലായിട്ട് അദ്ദേഹം അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ എനിക്ക് മെസ്സേജ് അയച്ചു തന്നതിനകത്ത് ഞാനപ്പം ഈ വാർത്ത ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഒരു ഉമ്മാടത്ത് വിളിച്ച് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ സജിന മോളെ വെച്ച് വരെ കളിക്കുന്നത് അതെന്ത് മൃഗീയമായ ഇതാണ് ഇനും അങ്ങനെയൊക്കെ പറഞ്ഞു. യൂട്യൂബിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഈ വിഷയം തുടക്ക സമയത്ത്. അപ്പോൾ ആ ഒരു ഉമ്മ പറഞ്ഞു, അത് ആ റെക്കോർഡ് എൻ്റെ ഉണ്ട്. ഉമ്മ അന്നേരം എനിക്ക് മെസ്സേജ് അയച്ചതാണ്, ഒരിക്കലും അങ്ങനെ ഒന്ന് കളിച്ചത്. അതൊക്കെ അവരൊക്കെ ചുമ്മാ പറഞ്ഞാണ്. അവർ അയച്ച മെസ്സേജും എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. അങ്ങനെ അവിടുന്ന് ഈ നജീബിൻ്റെ അവിടുന്ന് സജിന അവൻ്റെ ഫ്രോഡ് സ്വഭാവങ്ങൾ മനസ്സിലാക്കിയിട്ട് വരികയാണ്. ഈ വരുമ്പോൾ അന്ന് 2018 ഫ്ലഡ് ടൈമാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ പലയിടത്തും മരങ്ങൾ വീണ് കിടക്കുന്നു ഒക്കെ. എന്നിട്ട് ആ എത്തിച്ചേരാൻ തന്നെ ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന് എത്തിച്ചേരാൻ 3 ദിവസം എടുത്തു. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇവൾക്ക് വേണ്ടി ഇങ്ങനെ കാത്ത്. അപ്പോൾ കുഞ്ഞിനും വല്ലാത്തൊരവസ്ഥയില്ലേ, 2 വയസ്സുള്ള കുഞ്ഞല്ലേ. അപ്പോൾ അവനെന്ന് പറഞ്ഞാൽ ഈ 2 പേരെയും ഇഷ്ടമാണ്, എന്നെ അവളെയും തള്ളയും തന്തയില്ലേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളുടെ നടുക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവൾ വിളിക്കുന്നു, ട്രെയിൻ ആംബിയൻസ്, അതിനകത്ത് മറ്റേ വടയെന്നൊക്കെയുള്ള സൗണ്ട്. അപ്പോൾ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറയുന്നതിനകത്ത് വടയെന്നൊക്കെ പറയുന്നതിനകത്തൊരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് അവൾ വന്നിട്ട്
ഈ നജീബിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അവൻ പക്ക ഫ്രോഡാണെന്ന് എനിക്കറിയാം വെക്കാം, പക്ഷേ എന്നാലും എന്തോ അവൻ്റെ അടുത്ത് എനിക്ക് സ്നേഹമുണ്ട്, അതങ്ങോട്ട് പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സജിന ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ അന്ന് വന്നത് കാറിലാണ്, നജീബിക്ക എന്നെ കാറിൽ ഇക്ക നിൽക്കുമെന്നോ എന്നെ കാറിൽ കൊണ്ടാക്കിയതാണ്. ഞാൻ ചോദിച്ചു, അതിന് നീ ട്രെയിനിലാണല്ലോ വന്നിട്ട് ആംബിയൻസ് ഒക്കെ ഞാൻ കേട്ടില്ലേ? അത് നജീബിക്ക ഭയങ്കര ബുദ്ധിമാനാണ്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അതായത് കാറിനകത്ത് യൂട്യൂബിൽ നിന്ന് അതിൻ്റെ പ്ലെയറില്ലേ, ഓഡിയോ സിസ്റ്റത്തിനകത്ത് പ്ലേ ചെയ്തിരുന്നതായിരുന്നു ഈ ആംബിയൻസ്, ട്രെയിൻ്റെ ആംബിയൻസ്. യൂട്യൂബിനകത്ത് നിന്ന് അത് പ്ലേ ചെയ്തതാണ് ആംബിയൻസ്. ഇത് വടയെന്ന് അയാൾ തന്നെ ഇടയ്ക്കൂടെ വടയെ എന്ന് പറഞ്ഞാണെന്ന്. അപ്പോൾ എന്നെ ബഫൂണാക്കിക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ നജീബ് മനസ്സിലാക്കണം, നീ വീഡിയോ ഒരുപക്ഷെ നിനക്ക് കൂടെ ചേർത്തിട്ടായിരിക്കും കൃഷ്ണ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും ഇതൊന്നും പുറത്ത് വരുത്തതുമില്ല, അത് എന്നോട് തന്നെ അതില്ലാതായന. അപ്പോൾ ഇത് കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഇവളിപ്പോൾ ഇത് വന്ന് കെട്ടുകഥകളൊക്കെ പറയേണ്ടി വന്നത് എന്നെ ഇങ്ങനെ സാഹചര്യത്തിൽ കൊണ്ടിരുത്തിയത് കേട്ടോ നജീമെ. അപ്പോൾ ഈ നജീമ് പലയിടത്തുനിന്ന് പോകാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് ആദ്യം ഒരു 10-16 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട് ആദ്യത്തെ വിഭാഗത്തിൽ. അത് പട്ടാമ്പിയിൽ നിന്ന് ഒരു എത്തിയുമായൊരു ലേഡിയാണ് കല്യാണം കഴിച്ചത്. പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് 2 പേരെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്ന് ഇപ്പോൾ ലാസ്റ്റ് എന്നാന്ന് തോന്നുന്നു, ഇടുക്കിയിൽ നിന്ന് ഒരു പെണ്ണുണ്ട്. ഇത്രയാണ് ഞാൻ അറിഞ്ഞ ന്യൂസ്. ഇതിനപ്പുറം കാണുമായിരിക്കും, ഞാനൊന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് അറിഞ്ഞ ന്യൂസാണിത്. അപ്പോൾ ഇതാണ് നജീബിൻ്റെ കഥ. അങ്ങനെ തിരിച്ചു വന്നു, സജനയും ഞാനുമായിട്ട് വീണ്ടും കുഞ്ഞുമൊക്കെ ആയിട്ട് ലൈഫ് പോകുന്നു. അങ്ങനെ ബിഗ് ബോസ് വന്നു. ബിഗ് ബോസിൽ പിന്നെ നിങ്ങൾ കണ്ടാണല്ലോ ബിഗ് ബോസിൻ്റെ സംഭവങ്ങളൊക്കെ. അപ്പോൾ എല്ലാം ഹൈഡ് ചെയ്ത് ഇതൊക്കെ ഈ പറഞ്ഞു പോകുന്നതിൽ എത്രമാത്രം വേദനാജനകമായ കാര്യങ്ങളാണെന്നറിയോ. അപ്പോൾ ഇതൊക്കെ സഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവളെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചു. കുഞ്ഞിൻ്റെ കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പുറത്ത് പറഞ്ഞാലുള്ള നാണക്കേടുകൾ, ഇങ്ങനെയുള്ള പല പല വിഷയങ്ങളുണ്ട്. 2ാമത്തെ വിവാഹം, ഇതിലെല്ലാം കൂടി അവൾ ഒരുപാട് ഞാൻ സ്നേഹിച്ചു പോയി, ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. അപ്പോൾ ഇതൊക്കെ കാരണമാണ് ഇവളുടെ തെറ്റുകൾ പോലും ഞാൻ വീണ്ടും കാരണം ഇങ്ങനെ ഒരു സ്റ്റേജ് ഒരാൾക്കും ഇങ്ങനെ ഒരുപക്ഷെ തെറ്റുകൾ പുറത്തു കൊടുക്കാൻ പറ്റില്ല. ലക്ഷത്തിലൊക്കെ ഒരാൾക്ക് ചിലപ്പം പറ്റും. ഇങ്ങനെ അവർക്കത് മനസ്സിലാവും എൻ്റെ ഫീലിങ്സ് എന്താണെന്നുള്ളത്. അങ്ങനെ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ സീരിയലിലൊക്കെ അഭിനയിക്കുന്നു. ഇപ്പോൾ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു കൃഷ്ണ മമ്മി എന്നാണ് വിളിക്കുന്നത് ഒരു ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുന്നിട്ട് വേണ്ടത്തുള്ള അവരുടെ ഫ്രണ്ടാണ് വിമൽ, RS വിമൽ. അവന് മീറ്റു കേസിലൊക്കെ അവന് നേരത്തെയും അവന് പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ RS വിമൽ എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന് പറഞ്ഞൊരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പടം മാത്രമേ ഡയറക്റ്റ് ചെയ്തുള്ളൂ. അതിൻ്റെ പ്രൊഡ്യൂസർ കുത്തുവാള എടുത്തെങ്കിലും ഇവൻ അതിൽ നിന്ന് കോടികളുണ്ടാക്കി ഫ്ലാറ്റ് വാങ്ങി സ്റ്റുഡിയോ ഉണ്ടാക്കി ആ ഫ്ലാറ്റിനകത്ത് ഏകദേശം 1 കോടിയോളം വരുന്ന തന്നെ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ആ പ്രൊഡ്യൂസർ കുത്തുവാള എടുപ്പിച്ച് വിട്ട് 10 വർഷമായിട്ട് അടുത്ത പടം ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പക്ക ഫ്രോഡാണ്. ഓരോ പടങ്ങളുടെ ട്രailer ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പടങ്ങളിൽ ചാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ത്രീകളെ വിളിച്ചിട്ട് ഉപയോഗിക്കലാണ് എൻ്റെ പരിപാടി. അങ്ങനെ സജിനയും അവനുമായിട്ട് പ്രണയത്തിലാവുന്നു. അതൊരു അവരുടെ പ്രണയത്തിലായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാനത് പിടിക്കുന്നത്. അപ്പോൾ പിടിക്കുമ്പോഴത്തേക്ക് ഇവർ അതിന് മുമ്പേ തന്നെ പലയിടത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നു. ഇതിലൊരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ വെച്ച് കണ്ടിട്ട് അവരാണ് എൻ്റെ സത്യത്തിൽ വിളിച്ച് പറയുന്നത്. അതായത് ട്രിവാൻഡ്രത്ത് ലേക്ക് വ്യൂ ഐലൻഡ് റിസോർട്ട് അവിടെ വെച്ചിട്ടാണ് ഇവർ ആ റിസോർട്ടിൽ വെച്ചിട്ട് ഇവരെ കാണുന്നു. അങ്ങനെ അവിടുന്ന് എന്നെ ഇങ്ങനെ വിളിച്ച് പറയുന്നു. അങ്ങനെയാണ് ഞാൻ പിടിച്ചത്. അത് വലിയ വിഷയമായിട്ട് ലാസ്റ്റ് ഇവനെ പേടിയായിട്ട് ഞാനിവനെ ലോക്ക് ചെയ്യുന്ന പേടിയായിട്ട് അവൻ അവിടെ എസ്കേപ്പായി. അപ്പോൾ ഈ സജിന ഇതൊക്കെ ഒരു കൂളായിട്ടാണ് കാണുന്നത്. അവൾക്ക് അപ്പോഴത്തേക്ക് അങ്ങ് നല്ല ധൈര്യം, അവൾക്ക് എന്ത് വന്നാലും ഇനി കൂസലില്ലാത്ത രീതിയിൽ അവൾ വലിയ ആർട്ടിസ്റ്റായി മാറി എന്നുള്ളത്. അതായത് ഞാൻ അവളെ കൊണ്ടുവന്നതാണ് ബിഗ് ബോസിലായാലും അവളുടെ അഭിനയ മോഹം കൊണ്ട് എൻ്റെ കൂടെ ബിഗ് ബോസിൽ കൊണ്ടുവന്ന് ഞാൻ ഡാൻസ് പഠിപ്പിച്ച് ഡാൻസ് ഷോസിൽ കൊണ്ടുവന്നു. ഇത് അപ്പോൾ പലരും പറയാം അങ്ങനെ നീ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്ന്. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അവളെ പറക്കാനാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പണ്ട് പറഞ്ഞിരുന്ന അവൾ ഞങ്ങൾ സെപ്പറേറ്റ് ആയ സമയത്ത് ഡിവോഴ്സ് എന്ന് പറഞ്ഞൊന്ന് വീഡിയോ പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ വന്ന് പറയേണ്ടി വന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ അവളന്ന് പൊഴുത്തിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പല കാര്യങ്ങളുള്ളിൽ ഒതുക്കിയിട്ട് ഞാൻ അവൾക്ക് പറക്കാൻ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ആ ഡിപ്ലോമാറ്റിക് ഡയലോഗ്സ് ഒക്കെ ഇപ്പോൾ എടുത്തിട്ട് വേറെ പല യൂട്യൂബേഴ്സും ചെയ്ത് കോമഡിയൊക്കെ ഞാൻ കണ്ടു, നന്നായിട്ടുണ്ട്. അങ്ങനെ ഈ വിമലിൻ്റെ കേസ് കെട്ടുകൾ കഴിഞ്ഞ് ആ സമയമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ലക്ഷ്മി ജയൻ. ഈ ലക്ഷ്മി ജയൻ എന്ന് പറയുന്നത് ഒരാളെയും കൂസാക്കാത്ത ഈ സജിനയെ പോലെ തന്നെ മറ്റൊരു ലേഡിയാണ്. വാല്യൂസ് എന്തെന്നറിയാത്ത, സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ അതേ ക്യാരക്ടറുള്ള സജിനയെ കൂടെ കിട്ടിയപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ കൂട്ടായിട്ട് പിന്നെ ഇവർ ഈ ലേഡീസ് ഉള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു യാത്ര. അപ്പം ഈ യാത്ര പോയി കഴിഞ്ഞാൽ 3, 4, 5 ദിവസമേ കഴിഞ്ഞിട്ട് വരത്തില്ല. അങ്ങനെ ഭയങ്കര വിഷയങ്ങൾ നടക്കുകയാണ്. സജിനടുത്ത് പറഞ്ഞാൽ പിന്നെ സജിന കേൾക്കില്ല, ആര് പറഞ്ഞാലും കേൾക്കില്ല. ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, ഒരു ഉമ്മ പറഞ്ഞാൽ കേൾക്കില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ എന്ത് പറയുമ്പോൾ ഇവൾക്ക് ഈ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ട്. ഇവിടെ ഏത് കാര്യം സാധിക്കാൻ വേണ്ടി കഴുത്തിലൊക്കെ കത്തിയൊക്കെ എടുത്തു അവളുടെ തന്നെ. എന്നിട്ട് അത് ഒന്നാമതിൽ കൈ മുറിച്ചതിൻ്റെ പാനിക്കായിട്ട് ആ ഒരു ട്രോമ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കഴുത്തി കത്തി അടിച്ച് കാണിക്കും, ഇവിടെ ഒച്ചത്തിൽ കിടന്ന് പോവും. അപ്പം വീടിന് തൊട്ടടുത്ത് തന്നെ പരിസരത്തൊക്കെ ആളുണ്ടായിട്ട് എനിക്ക് ഭയങ്കര നാണക്കേടാണ് അവരൊക്കെ കേൾക്കുമെന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ ഉച്ചത്തിൽ തെറി വിളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങൾ. ഒരു വയലൻസ് സ്റ്റേജ് കാണിക്കും, ഒരു ഭ്രാന്ത് വന്ന അവസ്ഥ പോലെയൊക്കെ കാണിച്ച് ഇവളുടെ കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ ഇവിടെ പിന്നെ പറഞ്ഞാൽ കേൾക്കില്ല, നമുക്ക് കെട്ടിയിടാനൊന്നും പറ്റില്ല. കെട്ടിയിട്ടാലും കെട്ടഴിച്ചിട്ട് പോയി കളയുന്ന രീതിയാണ്. അപ്പോൾ ആര് പറഞ്ഞാലും കേൾക്കില്ല. അത്രയും വേറെ മൈൻഡാണ്. തൻ്റെ ഇടയിൽ നിന്നും പറയാൻ പറ്റില്ല. തൻ്റെ ഇടം നല്ലത് തന്നെയാണ്, പക്ഷേ ഇത് അതൊക്കെ മേലെ ഉള്ളൊരു സാധനമാണ്. അപ്പോൾ
അങ്ങനെ ലക്ഷ്മിയെ ഞങ്ങൾ പിന്നെ വിളിച്ചിട്ട് പറയും നിങ്ങളെ കൊണ്ടുപോകില്ല എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുന്നില്ല, എൻ്റെ അടുത്ത് വരുന്നതാണ്, എനിക്ക് അങ്ങനെ കൊണ്ടുപോയിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ കഥയെന്ന് പറഞ്ഞത് ഈ ലക്ഷ്മി അത്യാവശ്യം എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ചില വീഡിയോകളും എൻ്റെ ഉണ്ട് ഗൾഫിൽ വെച്ചിട്ട് ഉപയോഗിച്ചതിൻ്റെ വീഡിയോ ഉണ്ട്. അതുപോലെ തൽക്കാലം ഞാൻ വിടുന്നില്ല അത്. അപ്പോൾ ഈ ലക്ഷ്മിക്ക് കുറച്ച് ടീമുകളുണ്ട്, ഹെവി ടീമുകളോട്ടാണ്, എല്ലാം ക്രിമിനൽസും പിന്നെ ഗുണ്ടകൾ, വലിയ സാമ്പത്തികമായിട്ടുള്ള ഹെവി പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ടാണ് ഇവർക്ക് ഭയങ്കര കമ്പനി. ഇവർക്ക് ഈ കാലിക്കറ്റ് ഒരു ടീമുണ്ട്, അതിനകത്ത് ഉബി എന്ന് പറഞ്ഞിട്ട്, ഉബൈദ് എന്ന് പറഞ്ഞിട്ട് ഒരാളുമായിട്ട് പ്രണയത്തിലാണ്. അങ്ങനെ അയാളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പോകുമ്പോൾ ഇവളുടെ കാർ ഇവൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് കൂട്ടായിട്ട്, അവൾ അതേ ക്യാരക്ടറാണല്ലോ സജിനെ, അവരെ ഇവിടെ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ്. കൊടൈക്കനാൽ കിട്ടുന്ന സംഭവം മാജിക് മഷ്റൂം ഇതൊക്കെ അടിക്കുക, ഇവർ മറ്റ് പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, ഇങ്ങനെ അവർ എൻജോയ് ചെയ്ത് വേറൊരു ലോകത്താണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേദനയൊക്കെ നമുക്ക് അടിച്ചു പിടിച്ച് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഈ ഉബി, അതായത് ലക്ഷ്മിയുടെ ലവർ ഉബിയുടെ സുഹൃത്താണ് മാനു സീക്കോ, സുലൈമാൻ മാനു എന്നാണ് അറിയപ്പെടുന്നത്. അവന് റെഡ് ബെൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ലീസിനെടുത്തിട്ട് അത് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്, പിന്നെ അതേപോലെ മൊബിറ്റോ അങ്ങനെ എന്തൊരു ഹോട്ടലെടുത്ത് റെൻ്റ് ഔട്ട് ചെയ്യുന്നതും, ലീസിനെടുത്ത് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്, പിന്നെ ഈ പ്രീമിയം കാറുകളുടെ ബിസിനസ്, സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ ബിസിനസ് ഇങ്ങനെ പറയും. പിന്നെ പല ഇല്ലീഗൽ പരിപാടിക്കും പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈവൻ ഗോൾഡ് കടത്തിന് പോലും പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിയും ഇവളുമായിട്ട് പക്കാ പ്രണയത്തില്ല. ഇവർക്ക് ഒന്നാമത് ഈ ഗുണ്ടകളെ പോലെയുള്ളവരും ഇങ്ങനെയുള്ള ഫ്രോഡുകൾക്ക് എപ്പോഴും ഫ്രോഡുകളെയാണല്ലോ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ള ഇഷ്ടം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇവനുമായിട്ട് അങ്ങ് പക്കാ പ്രണയത്തിലായി. അതും ഞാൻ പൊക്കുന്നു. ഇതൊക്കെ ഞാൻ ചുരുക്കി പറയുന്നെങ്കിൽ ഇതൊരു ലോങ് പ്രോസസ്സാണ് എന്ന് ഞാൻ ചുരുക്കി പറയുകയാണ്. കാരണം അങ്ങനെ അത് ഇവനുമായിട്ട് പ്രണയത്തിലാവുന്നു, അത് ഞാൻ പിടിക്കുന്നു, ഇവനെ പല പ്രാവശ്യങ്ങളിൽ പിടിക്കുന്നു, ഇവൻ്റെ നാട്ടിൽ പോയിട്ട് ഇവനെ കിട്ടുന്നില്ല. അങ്ങനെ ലാസ്റ്റ് അവനുമായിട്ട് ബ്രേക്കപ്പ് ആവുന്നു. അപ്പോൾ അത് ഈ ലക്ഷ്മിയാണ് പരിചയപ്പെടുത്തുന്നത്. ലക്ഷ്മി അത് കഴിഞ്ഞുടനെ അടുത്ത ആളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതിനിടയ്ക്ക് ഇവർ ഗൾഫിലൊക്കെ പോകുന്നുണ്ട്. ലക്ഷ്മി ഗൾഫ് ഷോ എന്നും പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരിക്കലും പൂട്ടിയിടാൻ പറ്റില്ല, അത്ര ഇതാണ്. ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ, വേദനാജനകമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സജിന ഞങ്ങൾ പുതിയ വെച്ച വീട്ടിൽ താമസിക്കുമ്പം രാത്രി 12 മണി ഇവർ ഇങ്ങനെ ലക്ഷ്മിയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് കണ്ടാകെ ഇറിറ്റേറ്റഡ് ആയിരിക്കും. രാത്രി 12 മണിയായപ്പോഴത്തേക്ക് ഇവൾ പോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതായത് ലക്ഷ്മി അവിടെ എത്തിക്കഴിഞ്ഞു, ഇവർക്ക് പോകണം. അപ്പോൾ അത് രാത്രി ഒരു ബസ്സുണ്ട്, അപ്പോൾ അതിനകത്ത് ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് ഇവൾ പോകണം. ഞാൻ വിടത്തില്ല, കാരണം എനിക്കറിയാം പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ മാനുവിനെ കാണാൻ അങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെയുള്ള ഇതെനിക്കറിയാം. ഞാൻ വിടില്ല. പക്ഷേ അവൾ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി, കത്തി വെച്ച് ഭയങ്കര വിഷയം ഉണ്ടാക്കിയിട്ട് എന്നെക്കൊണ്ട് ഞാൻ വണ്ടിയിൽ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി. എന്നിട്ട് ഞാൻ നോക്കിയിരിക്കുകയാണ് കോഴിക്കോട്ട് കൊണ്ട്. ഇപ്പം നിങ്ങൾ പറയും നിനക്ക് പോയി ചത്തൂടെയെന്ന് ചോദിക്കും. പക്ഷേ അത് ആ സാഹചര്യം വരുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഞാനത് നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ചെന്നിട്ട് ഈ മാനു ഒന്ന് പിക്ക് ചെയ്യുന്നു. ഒരു താറ് വണ്ടിയായിരുന്നു, ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിനകത്തിരുന്നുകൊണ്ട് ഇവർ നൈറ്റ് ഡ്രൈവിന് പോവുകയാണെന്ന് എന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കും. അപ്പോൾ മോനും ഞാനും അവിടെ ആ രാത്രിയിൽ ഈ വീഡിയോ കോളും കണ്ടുകൊണ്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ അത്ര ക്രൂരയാണ്. അവളുടെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ വേണമെങ്കിലും കളിക്കും. വേറൊരാൾക്ക് എന്ത് സംഭവിക്കുന്നു, വേറൊരാളുടെ വേദന എന്താണ്, അങ്ങനെ ഒരു ചിന്ത അവൾക്കില്ല. അങ്ങനെ ഈ മാനുവിൻ്റെ ചാപ്റ്റർ കഴിഞ്ഞിട്ടാണ് നേരെ ഈ ലക്ഷ്മി, അതിനിടയ്ക്ക് ഗൾഫിൽ ഇവർ പോകുന്നുണ്ട്. ഇവൾക്ക് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇവൾക്ക് ഭയങ്കര ബന്ധങ്ങളാണ്. അങ്ങനെ ലക്ഷ്മി അവിടെ ചെന്നിട്ട് അവിടെ കുറച്ച് പേരെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു, ഒരു കുട്ടികൾക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ പിന്നെ ലക്ഷ്മിയുടെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ ഇവർ പല ഇല്ലീഗൽ പരിപാടികളും നടത്തുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ തൽക്കാലം അത് ഇടുന്നില്ല. പിന്നെ അത് കൂടാതെ തന്നെ അവിടെ ഈ ഒരു വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അക്കൗണ്ട്സിലാണ് അല്ല മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന രണ്ട് പേരുണ്ട്. ഒന്നൊരു സക്കീർ, ഒന്ന് ജാഹിദ്. ഇവർ ഈ പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യുന്ന, എൻ്റർടൈൻമെൻറ്റ് സംഭവങ്ങളൊക്കെ കമ്പനിക്ക് വേണ്ടി ഇവരാണ് കണ്ടക്ട് ചെയ്യുന്നത്. അത് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരുത്തനാണ് ബെൻസർ. ഈ ബെൻസറിനെ കുറിച്ച് പല അലിഗേഷൻസും അവിടെ പല യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബെൻസറിൻ്റെ പരിപാടി എന്ന് പറയുന്നത്, ഇവർ 3 പേർ കൊണ്ട് ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഫ്ലാറ്റിലാണ് ആഫ്റ്റർ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങൾ നടക്കുന്നത്, ലഹരി മരുന്നുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതിൻ്റെയും വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. കാരണം ഇവർ നമുക്ക് നാളെ ലീഗലായിട്ട് പോകുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഡിജിറ്റൽ തെളിവാണ്, ചുമ്മാ വായിത്തൊന്നും വിളിച്ചു പറയില്ല. ഇവരൊക്കെ ഈ പറഞ്ഞ കണക്ക് ലക്ഷ്മി കൊണ്ടുനടന്ന സജിനയ്ക്ക് ഒരു പുതിയ ലോകം എന്താണെന്നുള്ളത്, ലഹരി ലോകം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൾ എന്തൊക്കെ ചെയ്യിപ്പിക്കാമോ അതെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ അബുദാബിയിൽ ഒരു ലേഡിയുമായിട്ട് പേര് പെട്ടെന്ന് പറഞ്ഞു, ആ ലേഡിയുമായിട്ട് സജിന പോകുന്നു. ഷബാന എന്ന് പറഞ്ഞ ലേഡിയായിട്ട് പോകുന്നു. ഈ ഷബാനയൊക്കെ ഈ മാനുവിൻ്റെ ഇവരുടെ ഗ്യാങ്ങിലെ ഫ്രണ്ടാണ്. ഈ ഷബാനയുടെ ഒരു ബോയ് ഫ്രണ്ട്, അവൻ്റെ ആ ഫ്രണ്ടിൻ്റെ കൂടെ വന്നൊരു ഫ്രണ്ടുമായിട്ട് ഇവർ റൂം എടുത്ത് 4 പേർ കൂടെ താമസിക്കുന്നു. ഇങ്ങനെയുള്ള പല കഥകളും ഇടയിൽ കൂടെ നടക്കുന്നത്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ അറിയും. എങ്ങനെയെങ്കിലും എന്നിലേക്ക് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ എന്തായാലും എത്തും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ ദുബായിൽ ഇവരുടെ ഓരോ പ്രോഗ്രാം, അവിടെ ഉള്ള സംഭവങ്ങൾ, ഇതെല്ലാം നിമിഷം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയിൽ ഇവൾക്ക് പാടാനെങ്ങാണ്ട് റസൂൽ പൂക്കുട്ടി അവസരം കൊടുക്കാമെന്ന് കണ്ട് പറഞ്ഞിട്ട് ഇവൾ കൊണ്ടുപോയിട്ട്, അതായത് ലക്ഷ്മി ജയൻ കൊണ്ടുപോയി. നിങ്ങൾ പോയി ചാവ്,
ചാവ്, നിങ്ങൾ ചത്തു കഴിഞ്ഞാൽ എനിക്ക് ഗുണമാണ് ഞാൻ പറഞ്ഞത്. നീ ഒരു പണം കണ്ടൊരുത്തിനോട് വിളിച്ചോടിയപ്പോഴത്തേക്ക് ആണ് ഞാൻ പണം കണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പണം വേണ്ടത്. സത്യമല്ലേ? ആണല്ലോ, സത്യമല്ലേ? നിക്കാരം കഴിഞ്ഞ് നിങ്ങൾ ഞാൻ നോക്കിയോ ഫേസ്ബുക്കിൽ എന്റെയും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇടാൻ പോവാ. അയ്യോ നീ ഫേസ്ബുക്കിൽ ഇടല്ലേ, നാണം കെട്ടിയ ചാവും കേട്ടോ. എന്തിന്? അതാ പറഞ്ഞ ചാവ് നിങ്ങൾ പോയി. അതാണ് ഏറ്റവും ഞാൻ നല്ലത്. ഏറ്റവും നല്ലത് നിങ്ങൾ ചാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊച്ചുങ്ങളെ ഇട്ടിട്ട് വിളിച്ചോടി പണക്കാരൻ്റെ കൂടെ പോയിട്ട് ജീവിക്കുന്നതാണോ ശരി സജന? ആണ്. ഞാൻ വിടുമ്പോട്ടെ, എനിക്ക് എന്റെ സുഖങ്ങളാണ് വലുത്. ഏത് ലെവലിൽ ഞാൻ കളിക്കുമെന്ന് എന്റെ ലെവലിൽ വിട്ടേക്ക്. ഞാൻ കേസ് കളിക്കാൻ വേണ്ടി നിൽക്കുമോ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നത്? ഏത് ലെവലിൽ ഞാൻ പോകും? എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക. ഫിറോസിനെതിരെ. ഈ സമയത്താണ് ഒറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയിൽ ഇവൾക്ക് പാടാനെങ്ങാണ്ട് റസൂൽ പൂക്കുട്ടി അവസരം കൊടുക്കാമെന്നെങ്ങാണ്ട് പറഞ്ഞിട്ട് ഇവൾ കൊണ്ടുപോയിട്ട്, അതായത് ലക്ഷ്മി ജയൻ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നു. ആരെയാണ്? ഈ വുമണൈസർ റസൂൽ പൂക്കുട്ടിയെ. അങ്ങനെ അയാൾ കണ്ടിട്ടുണ്ട് അതിനകത്തൊരു വേഷം അങ്ങ് കൊടുക്കാം. ഒരു വേഷം എന്ന് പറഞ്ഞാൽ എന്തോ ചെറിയൊരു സാധനം, അതായത് ഉദ്ദേശം വേറെയാണല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ കണക്റ്റ് ആവുന്നു. അങ്ങനെ ഇവർ പ്രണയത്തിലേക്ക് പോകുന്നു. പിന്നെ ഞാൻ അറിയുന്നത് ദുബായിൽ വെച്ച് ഇവർ കാണുന്നു. മുംബൈയിൽ ഇവിടെ ഫ്ലൈറ്റ് എടുത്ത് പോയിട്ട് ഇയാളുടെ സ്റ്റുഡിയോയിൽ പോയി കാണുന്നു. ഈ ഒറ്റിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ, അതിൻ്റെ ഒറ്റിൻ്റെ ഇത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് എഡിറ്റ് നടക്കുന്ന സമയത്ത് എറണാകുളത്തൊരു സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു. ആ സ്റ്റുഡിയോയിൽ പോയി കാണുന്നു. ഈ സ്റ്റുഡിയോയിലൊക്കെ ഞാൻ ഇതിൻ്റെ ബാക്കിൽ പിന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് തേരിമേരി എന്ന് പറഞ്ഞിട്ട്, വർക്കല. അപ്പോൾ അവിടെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ, ഗൾഫിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ, അവരുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരുന്നു. ഞാനങ്ങനെ ഇവരെ മുംബൈയിലെ വീട് എനിക്കറിയില്ല, അങ്ങനെ അഞ്ചലുള്ള വീടുണ്ട്. അഞ്ചലുള്ള വീട്ടിൽ ഞാൻ പോകുന്നു. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് അഞ്ചലുള്ള വീട്ടിൽ പോയി. ഇപ്പം ഇവിടത്തേക്കായിട്ട് വന്നതാണോ അതോ വേറെ വന്നിട്ട് കയറിയത്? അല്ല, ഇവിടത്തേക്കായിട്ട് വന്നൊരു പേഴ്സണൽ മാറ്റർ പറയാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണക്കാരൻ റസൂൽ പൂക്കുട്ടിയാണ്. ഞാൻ പുള്ളിയെ വിളിച്ച് അപ്പോൾ എനിക്ക് അത് പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം പുള്ളി ലൈഫ് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് പഠിച്ചൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മളെ നോവിക്കാനൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നോവിക്കാൻ വേണ്ടി പുള്ളി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ കുടുംബം തകർന്നു. പക്ഷെ അത് നിങ്ങൾ വിളിച്ചപ്പോൾ ഇനിയും ഉണ്ടാകും. വേറെ ഒന്നും ഞാൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇനി നിങ്ങളിപ്പോൾ ഡൈവോഴ്സ് ആയിട്ടില്ല എന്നില്ല. ഇന്നിപ്പോഴും എൻ്റെ ഭാര്യയാണോ മനസ്സിലായി. അപ്പോൾ നിങ്ങൾ വിളിച്ചപ്പെട്ട കാര്യം ചെയ്താൽ ഇനി സജിനെ പ്രൊട്ടക്ട് ചെയ്യാനോ സജിനെ കാണാനോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പാടില്ല. ഇത് കാരണം ഞാൻ ഇനി തുടർന്നു കഴിഞ്ഞാൽ, കാരണം നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു, ഇനിയും പുള്ളിയെ തുടർന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ രീതിയിൽ പോകേണ്ടി വരും. കാരണം എൻ്റെ കുടുംബം ഞാനിവിടെ വരും. ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോമ്പും ഇതാക്കിയിട്ട് ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല റസൂൽ. റസൂലിൻ്റെ കുടുംബമാണ് ഫസ്റ്റ്. മക്കളെയും തള്ളയും വിട്ടിട്ട് ഒരു ഏർപ്പാടും റസൂൽ നിൽക്കുന്നില്ല. പിന്നെ എൻ്റെ അനിയൻ്റെ ഭാഗത്ത് നിന്ന് ഒരു രോഗം ഉണ്ടാകുന്നത് മനസ്സിലായി. 100% പറയാം. എൻ്റെ മോനെ കുറിച്ച് പോലും എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, എൻ്റെ മോനെ കുറിച്ച് എൻ്റെ അനിയനെ കുറിച്ച് പറയാൻ പറ്റും. അല്ല, ഞാൻ നല്ല വിശ്വാസം, അത് സംഭവങ്ങൾ അങ്ങോട്ടുള്ള വിശ്വാസം തന്നെയാണ്. പക്ഷേ ഇത് ഞാൻ ഇത്ര അറിഞ്ഞ കാര്യമാണ്. ഞാൻ കൊല്ലത്തിന് വിളംബരം വന്നിട്ട് ചർച്ച ചെയ്തു. അത് അവര് അടുപ്പം വെച്ചോ സ്നേഹം വെച്ചോ ചിലപ്പോൾ ഷൂട്ടിംഗ് ചെന്ന് കാണുമായിരിക്കും. എനിക്ക് അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞോ, ഞാൻ സത്യനായ് സാറിനെ കാണാൻ റസൂൽ സാറിന്റെ എഡിറ്റിംഗ് അടക്കുമ്പോഴാണ് ഞാൻ പോയത്. ഞാൻ അവിടെ കണ്ടു തരുന്നത്. ഞാനിപ്പോൾ ഇത്രയും സ്ട്രോങ് എവിഡൻസ് ഉണ്ടായത് ഇപ്പോഴുള്ള വന്നിരിക്കുന്നതെന്ന് ആലോചിച്ചു. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്കൊരു ഫാൾസ് ഇൻഫർമേഷൻ ആയിരിക്കും. ഞാൻ ഇത് ക്ലിയർ ആക്കി എവിഡൻസ് ഉണ്ടായിട്ടാണ് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഞാൻ പറയുന്നത് ഇനി അത് തുടരും. എനിക്ക് വേറൊന്നുമില്ല. എനിക്ക് വന്ന കാര്യം പോട്ടെ. കാരണം ഞാൻ ഇപ്പോഴും തളർന്നിരിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഞാൻ മാന്യമായിട്ടാണ്. കാരണം നിങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്തുമാത്രം എൻ്റെ മനോവിഷമം എന്നുള്ളത് മനസ്സിലാക്കും. എന്തുമാത്രം മാനസികം ഇത് നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നാലേ മനസ്സിലാക്കും. നിങ്ങളുടെ മകനോ നിങ്ങൾക്ക് ഈ അവസ്ഥ വരും. കാരണം ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ പുള്ളിയെ വിളിച്ചു ഇനി ഇത് മുന്നോട്ട് സജനയുമായിട്ടുള്ള ബന്ധം പോലെ വീഡിയോ കോൾ ചെയ്യുന്നതിൻ്റെ സാധനങ്ങൾ, അതായത് ഓഡിയോ കോൾ ചെയ്യുന്നതിൻ്റെ ഫുള്ള്. കാരണം നമ്മൾ അത്ര വലിയ ആളല്ല, അദ്ദേഹത്തിൻ്റെ അത്ര വലിയ ആളല്ല. മനസ്സിലായി. ഇനി അങ്ങോട്ട് തുടർന്ന് വേറെ ഒരു ഡിമാൻഡ് തുടർന്നൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. കാരണം നിങ്ങളെല്ലാം നമ്മൾ ഒരിക്കലും ഒരു കുടുംബം തകർക്കാനോ മൈനസാക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ തകർച്ച കൊണ്ടാണ് ഞാൻ ഇവിടെ വരാനുള്ള അവസ്ഥ വന്നത്. നാളെ നിങ്ങൾക്ക് വരുമ്പോൾ മനസ്സിലാവും. അത്രയും മെന്റലി ഞാൻ തകർന്നിരിക്കുകയാണ്. ഇത് ഇദ്ദേഹമാണ് കാരണം എന്നുള്ളത് എൻ്റെ അല്ലാഹുവാണ് സത്യം. നോമ്പിൻ്റെ സമയം ഞാൻ പറയുക, ഇദ്ദേഹമാണ് എൻ്റെ ജീവിതം. ഞാൻ ഇന്നലെ മീഡിയ അത് പറഞ്ഞിട്ടില്ല. പക്ഷേ നാളെ അത് പറയേണ്ടി വരെ ഇതോടെ നിർത്തിച്ചാൽ മതി. ഇനി ആവർത്തിക്കരുതെന്ന് മാത്രം പറയും. നിങ്ങൾ റസൂലിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു കാരണവശാലും സംഭവിച്ചില്ല. ഞാൻ എനിക്ക് എഴുതി തരാം, മുദ്രപത്രം ചെയ്തു തരാം.
എനിക്ക് എൻ്റെ മോനെ കുറിച്ച് പറയാൻ പറ്റുന്നത്, എൻ്റെ അനിയനെ കുറിച്ച് പറയാൻ പറ്റും. നിങ്ങളൊന്നും ഇതിനകത്ത് ഒരു ഇതുമല്ല. പക്ഷേ എൻ്റെ അവസ്ഥ ഇതായതുകൊണ്ടാണ് ഇവിടെ വരേണ്ടി വന്നത്. ഞാൻ പുള്ളിയുടെ കൂടി സംസാരിച്ചു. എങ്കിലും നിങ്ങളുടെ അടുത്ത് കൂടെ വന്നിട്ട്, കാരണം നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സഹോദരങ്ങളാണ്, ചേട്ടന്മാർ സഹോദരങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. പക്ഷേ അവരുടെ ഒരു വിശ്വാസം, കാരണം ഇയാൾ ഒരു തെറ്റും ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് അവർ. കാരണം ഇവൻ്റെ ഈ ക്രിമിനൽ ബുദ്ധികൾ ഇപ്പോൾ അവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും, അറിയാം അവർക്ക്. കാരണം ഇവന് പല പല സ്ഥലത്ത് എനിക്കിപ്പോൾ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അതിലൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ പാലക്കാട് നിന്ന് ഒരു പെണ്ണോട്ടവും പ്രണയത്തിലാണ്. ഓരോ ജില്ലയിൽ ഓരോ ലേഡീസ് ഉണ്ട് ഇവന്. ഇത് കേരളത്തിൽ മാത്രം സംഭവമാണ്. അപ്പോൾ പുറത്തുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഇവനെ കണ്ടു കിട്ടാൻ ഇത്തിരി പാടാണ്. ഇവനെ പലപ്പോഴും റസൂലിനെ വിളിച്ച് ഞാൻ വാൺ ചെയ്യുന്നു. അങ്ങനെ ഇവനെ എനിക്ക് കണ്ടു കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ചലച്ചിത്ര അക്കാദമിയിലെ ചെയർമാനാണല്ലോ. അങ്ങനെ അതിൻ്റെ ഒരു ഫെസ്റ്റിന് ഇവനവിടെ വരുമ്പോഴാണ് ഞാൻ ആ സ്റ്റേജിൽ ചെന്ന്, അന്ന് ഫ്രണ്ട് നിരയിൽ സജിനെ ഇരിപ്പുണ്ട് അവിടെ. ഞാൻ ഇവനോട് വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നേരെ കയറി സ്റ്റേജിൽ കയറി. അപ്പോഴത്തേക്ക് സജിനെ ഞാനോട്ടൊക്കെ ഓൾമോസ്റ്റ് അല്ല, ഈ അടുത്തിടയ്ക്കല്ലേ ഓൾറെഡി പിരിഞ്ഞ് തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇവൻ ഇത്ര ഡാമേജ് ചെയ്തിട്ട്, കാരണം എത്ര പ്രാവശ്യം അവനെ വിളിച്ച് പറഞ്ഞ് എൻ്റെ വീട്ടിൽ പോയി, ഇതെല്ലാ പ്രോസസ്സുകളും അന്നോട്ട് ഈ 4 വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്നതായിരുന്നു. എന്നിട്ട് ഞാൻ അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അതിനകത്ത് കയറി ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ എനിക്കിട്ടും പണി തന്നിട്ട് ആണുങ്ങളൊക്കെ വെറും കിഴങ്ങന്മാരാണെന്നുള്ള നിൻ്റെ ഈ തോന്നൽ, നീ എന്തായാലും കുടുംബമായിട്ട് സുഖമായിട്ട് ജീവിക്കില്ലേ, അത് നാളെ ഒരിക്കൽ ഇതെല്ലാം കണ്ടുകൊണ്ട് മേളിലൊരാളുണ്ട്, അയാൾ ഉറപ്പായിട്ടും നിനക്ക് പണി തരുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല ഇന്ന് ഇങ്ങനെ വന്നൊരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്നുള്ളത്. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണവും ഇവർ തന്നെയാണ്. അതൊരു പക്ഷേ ദൈവം അങ്ങനെ ആക്കിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയായിരിക്കും. അതുപോലെ തന്നെ ഈ റസൂലിൻ്റെ ഇൻഫ്ലുവൻസ് ചെറിയ ഇൻഫ്ലുവൻസ് ഒന്നുമല്ല. അത് എല്ലാ മേഖലയിലും അവന് പണമുണ്ട്, പൊളിറ്റിക്സിൽ പിടിപാടുണ്ട്, പോലീസുകാരുമായിട്ട് ബന്ധമുണ്ട്. അതിലെ ഒരു ഇരയാണ്. ഒരുപാട് ഇരകളുണ്ട് എങ്കിലും നമ്മൾ ഒരു ചെറിയൊരു വാർത്തയിനിടയ്ക്ക് ഉണ്ടായിരുന്ന ഒരു BMW സജിനയ്ക്ക് മേടിച്ചു കൊടുത്തിട്ട് അതിന് 8 ലക്ഷത്തിന് അങ്ങോട്ട് മേടിച്ചു കൊടുത്തില്ല, ബാക്കി 1 ലക്ഷം സംതിങ് അങ്ങോട്ട് കൊടുക്കാതെ പറ്റിച്ചു. അങ്ങനെ ഇവരെ സ്ഥിരം വിളിക്കുമ്പോഴത്തേക്ക് അവനെ വരട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ലാസ്റ്റ് എറണാകുളത്ത് വെച്ചിട്ട് ആ വണ്ടി അവൻ വന്ന് എടുത്തുകൊണ്ട് പോയി. കാരണം ഒബ്വിയസ്ലി കാശ് ആകപ്പാട് ചെറിയ ലാഭം അവന് കിട്ടത്തുള്ളായിരുന്നു. അങ്ങനെ ആ 1 ലക്ഷത്തി സംതിങ് പൈസ കൊടുത്തിട്ട് വണ്ടി എടുത്തോന്ന് പറഞ്ഞിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് പോയി. അങ്ങനെ റസൂലിൻ്റെ ക്രിമിനൽ ബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം അവൻ ആ കേസ് കൊടുത്തതെന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോൾ അതിൽ 6 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു. അത് ഇയാൾ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞിട്ട് മോഷണം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ട് 14 ദിവസം ആ 2 പേര്, അതായത് ഒരു അൻവറും കൂടെ ഡ്രൈവറായിട്ട് വന്ന ആളും 14 ദിവസം ജയിലിലായിരുന്നു. എന്നിട്ട് ഇവർ എല്ലാ ആഴ്ചയും ഇപ്പം വന്നിട്ട് എറണാകുളത്ത് വന്നിട്ട് ഒപ്പിട്ട് കൊടുക്കണം സ്റ്റേഷനിൽ. അതിലൊരാൾ അയാളുടെ വിസയുടെ കാലാവധി കഴിഞ്ഞ് ഗൾഫിൽ പോകേണ്ടുള്ള ആളായിരുന്നു. അയാളുടെ ലൈഫ് നശിപ്പിച്ചു. ഇതൊക്കെ ഇവർക്കൊരു രസമാണ്. കേവലം 1 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, 1 ലക്ഷം രൂപ അതുപോലും അവർ ഗെയിം കളിച്ച് ഒരുത്തൻ്റെ 2 പേരുടെ ലൈഫ് ഇല്ലാതാക്കി. അപ്പോൾ അങ്ങനെയുള്ള ആ ക്രിമിനൽ ബാക്കിയുള്ളവരുടെ ലൈഫ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എന്നെ ഏത് കള്ളക്കേസും കുടുക്കി ഏത് കള്ളക്കേസിലും കൊണ്ടിടുമെന്നുള്ളത് 100% ഉറപ്പാണല്ലോ. അത് കണക്ക് ക്രിമിനലായിട്ടുള്ള സജിന ഏതറ്റം വരെ വേണമെങ്കിലും പോകുന്നുള്ളത് 100% ഉറപ്പാണ്. ഇത് ഈ ഓഡിയോ ഒന്ന് കേൾക്കുക. റസൂൽ പൂക്കുട്ടിയും സജിന ഡുമ്മായും സജിനയുമായിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ആണ്. ബൈബിൾ പ്രകാരം അത് ദൈവമാണ്, അത് ദൈവം ചെയ്തോളൂ, ഞാൻ ഇനി ഒന്നും ചെയ്തെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ദിയയും കൂടെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ദിയ ഇത്ര ചൂടായിരിക്കുന്നത് മനസ്സിലാകും. അന്നമ്മയുടെ സംഭവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ദിയയുടെ കാര്യം അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് പിരിഞ്ഞതാണ്. അപ്പൊ ഞാൻ ഈ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ടാണ് അവൻ ഇങ്ങനെ സ്റ്റാൻഡ് എടുത്തത്. അത് ഞാൻ പറഞ്ഞു, ഈ 2ാമത് പ്രഗ്നൻസി ഉള്ള കാര്യം അത് സത്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു. ഞാൻ റിപ്പോർട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല, അത് സത്യമല്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോഴാണ് ഇവരും താന്ന്. കാരണം ഇവരുടെ ആയുധം അതായിരുന്നല്ലോ, മെയിൻ ആയുധം. ഈ കാര്യം ഞാൻ സംസാരം മതി എന്റെ അബദ്ധത്തിൽ ഞാനൊന്ന് പറഞ്ഞു പോയത്, എനിക്കത് ചൂടാകുന്നു. അവളോട് പറയാം ചൂടാകാതെ ഒന്ന് ഞാൻ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കാൻ പറയും. അല്ല, ഞാൻ ഒരു കാര്യം ആവശ്യമില്ല. എന്തിനെ നമ്മൾ മറ്റുള്ളവരോട് നമ്മളിപ്പോ മീഡിയയിൽ പറയല്ലോ. തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഞാൻ ഷാരിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്ക് ഒന്ന് മൂടി വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്ന കാര്യം നമുക്ക് പിന്നീട് നോക്കാം. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അല്ല, ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ സത്യം നേരിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം എന്താണ് നിങ്ങൾ ഇതിപ്പം നേരെ പോകാൻ പറ്റുന്ന സ്ഥിതിയിലാണോ റസൂൽക്കുട്ടി പോകുന്നത്? എന്താ വെച്ചാൽ എനിക്ക് നേരത്തെ അറിഞ്ഞാൽ അതിനുള്ള വഴി ഒപ്പിക്കാനും എന്തെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഇപ്പം ഇവള് പറഞ്ഞാൽ ഒന്ന് തണുത്ത് വരുമ്പം റസൂൽക്കുട്ടിയുടെ വായിന്ന് ഞാൻ അയാളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, അന്നമ്മയെ വിളിച്ചത് പറഞ്ഞ്, ഇതൊക്കെ വലിയൊരു വിഷയത്തിൽ പിന്നെ സജിന താഴെ നിൽക്കുന്നോ വിചാരിക്കുന്നത്? ഞാൻ 100% വാക്കുകളാണ്. ഞാൻ അന്നമ്മയോ ഇവളുടെ കൂട്ടുകാരികളോ അച്ചായനോ ഇവൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനുമായിട്ടും സംസാരിക്കുന്നില്ല. ഞാൻ ഇന്നലെ മുതലുള്ള സംഭവം നിർത്തി. ഓക്കെ, അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇവൾക്ക് ഏറ്റവും ഉതകുന്ന തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അതുപോലെ തന്നെ കരികൾ ഒറ്റയ്ക്കാണ്. ശരി. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. എത്രയും പെട്ടെന്ന് ഒരു ലീഗലി ഫിറോസിനെതിരെ കേസ് ഫയൽ ചെയ്യാമെന്ന് സജനാട് ഉമ്മയോട് റസൂൽ പൂക്കുട്ടി പറയുന്നതാണ്. കേട്ടല്ലേ? ഈ വീഡിയോകൾ ഇങ്ങനെ ഇട്ടിട്ട് ഇവരുടെ അഭിമാനം നശിപ്പിക്കാതെ അതിലേത് നിർത്തുക. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഫയൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതെല്ലാം ഞാൻ കൂടെ നിൽക്കാം. ശരി, അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല. അതെല്ലാം ഞാൻ വലിയ പൈസ ഭയങ്കര പൈസ ചിലവുള്ള കാര്യമാണ്. അതായത് ഇയാളെ പൈസ എത്ര വേണമെങ്കിലും ചിലവാക്കാന്നുള്ളതാണ് പറയുന്നത്, എന്നെ പൂട്ടാൻ വേണ്ടി. അറിയാം, അതൊക്കെ മനസ്സിലായി, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം വീണ്ടും ആയി എന്നുള്ള തെളിവ് എനിക്ക് മനസ്സിലായി. ഞാൻ അവളെ വഴക്കും പറഞ്ഞു, ഒന്നും പോയി കഴിഞ്ഞ സജന നീ ഇതുണ്ടോയെന്ന് ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. ഇപ്പം നീ ഇത് തെളിവ് എന്നെ കാണിച്ചപ്പോൾ ഇത് വീണ്ടും നിങ്ങൾ ഇതില്ലാതെ ഇപ്പം വീണ്ടും പോയി നിങ്ങൾ ഒന്നായോ? നിങ്ങൾ ഒറ്റയ്ക്കാണോ സംസാരിക്കുന്നത്? ഉമ്മി സജനാട് ഉമ്മയുടെ അതേ പ്രായം തന്നെയാണ് ഈ കള്ളക്കളവനും. ആണാണ് പറ. ഉമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ഇത് ശരിയായ രീതിയിലാണോ? എങ്ങനെ? ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഉൾപ്പെട്ടല്ലേ? അപ്പൊ രണ്ടുപേരുടെയും കയ്യിലും തെറ്റുണ്ട്. ഇത് ശരിയായ ഞാൻ പറയത്തില്ല, നിങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ തെറ്റ്. റസൂൽക്കുട്ടി ഒരാൾ മാത്രം വിചാരിച്ച് വീണ്ടും ഞാൻ ഒരാളെ മാത്രം തെറ്റ് പറയുന്നില്ല. പക്ഷെ മറ്റേ സംഭവം പോയി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ മൂന്നാമത്തെ സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. ഞാനുള്ള പ്രിക്കോഷൻസ് എടുത്തേനെ. പ്രിക്കോഷൻ എടുത്തേനെ എന്താണ്? എന്നോട് പറയാതെ എന്നെ നിർബന്ധപൂർവം ഞാൻ പറയാം, എന്നോട് പറയാതെ വീണ്ടും ഇതിലേക്ക് കൊണ്ടുപോയിട്ടല്ലേ ഇവൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ പ്രിക്കോഷൻ എടുക്കില്ലേ, ഞാൻ അപ്പോഴേ മാറി നിൽക്കില്ലേ? നമുക്ക് എല്ലാവർക്കും ഒരു ശരിയായ രീതിയിൽ എഴുതാൻ പറ്റിയെന്നെ. അതിനൊരു അവസരം ഇവളും പിന്നെ അമ്മനെ ചേർന്ന് ചെറുക്കാൻ കഴിയാറ്. എന്റെ എല്ലാ കാര്യം അടിച്ചു കൊടുക്കാൻ വേണം. എന്നിട്ട് അവൾക്ക് കാലി മാറി. ഇനിയിപ്പോൾ അതെല്ലാം ഞാൻ പറയുന്നത് വന്നതും പോയതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാതെ നിങ്ങൾ ഇനിയുള്ള മുന്നോട്ടുള്ളത് ഓരോരുത്തർ തമ്മിൽ ദേഷ്യം വരുന്ന ഒറ്റ അടിക്ക് എന്തോ. ഹലോ അച്ഛൻ്റെ അടുത്ത് എന്ത് പറഞ്ഞെന്നാ പറഞ്ഞത്? ഞാൻ അച്ചായൻ എന്തുകൊണ്ട് അങ്ങോട്ട് മാറി ഇവരുമായിട്ട് ചേർന്നു. കാര്യം അച്ചായൻ നമ്മളെ സംസാരിക്കുന്നത് എന്നെ കോൺസ്റ്റന്റ് ആയിട്ട് അച്ചായൻ ഇപ്പോൾ കേട്ടില്ല. പിന്നെ അത് ചെയ്യുന്നുണ്ടോ നല്ല കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. എനിക്കത് വളരെ പിന്നീടാണ് മനസ്സിലായത് ആച്ചായൻ ആക്ച്വലി എന്നെ വിളിച്ചിരുന്നതായിരിക്കും പിന്നീടാണ് മനസ്സിലായത്. അച്ചായൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണുള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. അപ്പൊ ഞാൻ എന്റെ സംസാര മധ്യേ ഇതാരും പിന്നെ ശരിയാകും തോന്നുന്നില്ല, അതെന്നെ വരട്ടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരുടെ വാട്ടിലെ കാര്യങ്ങൾ സംസാരിച്ചത് പൊതുവെ നീ എന്തിനാണ് അവർക്കെതിരെ നിൽക്കുന്നത്, നിന്റെ പെങ്ങളെ നമുക്കല്ലായിരുന്നു, നീ ഏറ്റവും കൂടുതൽ അവർ സഹായിച്ചുകൊണ്ടിരുന്ന നീ അല്ലേ, എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ നിന്നല്ലേ വിളിക്കൊണ്ടിരുന്നത്, എനിക്ക് ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ, നീ എന്തിനാണ് അവർക്കെതിരെ ഇങ്ങനെ പോകുന്നത്, അത് ഈ ഇങ്ങനെ അവളിങ്ങനെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ എന്നെ പറ്റി ഇങ്ങനെ പറയും. ഞാൻ പറഞ്ഞ അവൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, അവൾ ഒരിക്കലും പറയത്തില്ല. ആ സംശയങ്ങളല്ല നിനക്ക് മനസ്സിലാകുന്നില്ല. ഇത് അഥവാ അങ്ങനെ സംശയമുണ്ടെങ്കിൽ സംശയങ്ങളെല്ലാം അവളുടെ മനസ്സിൽ ഇട്ടുകൊടുത്തത് അന്നെങ്ങനെയാണ് നീ മനസ്സിലാക്കുന്നത്, നീ നിൽക്കുന്ന ആളുകൾ ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഇൻസിഡന്റിൽ പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞു മാറ്റി. നീ ഇനി അവരുമായിട്ട് ചേർന്ന് അവരുടെ വീട്ടിൽ പോവുകയോ അവരുമായിട്ട് ചേർന്ന് ഇവർക്കെതിരെ ഡയനപ്പ് ചെയ്യുകയോ ചെയ്യരുത്. എന്നിട്ട് നീ ബൈബിൾ ഫോളോ ചെയ്യുന്ന ഒരാളല്ലേ, ഒരാളെ അപ്പൊ എന്നോട് ചോദിക്കുന്നത് ഇക്ക എന്തുകൊണ്ടാ അവൾക്കെതിരെ ചെയ്യാറ്? ഞാൻ ചോദിച്ചാൽ ഞാൻ അത് ഡിഎ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ബോംബെയിൽ ഇറങ്ങിയത്, അങ്ങനത്തെ ഒരാൾ നിങ്ങൾ എന്തിനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഞാൻ ചോദിച്ചു, ഞാൻ എല്ലാവരും കൂടെ കടന്നുകൂടി ആഗ്രഹിക്കുന്നു. ഇപ്പൊ അവൾ എന്നോട് ചില അറിയാത്ത കാര്യങ്ങൾ ചെയ്തു. ഓക്കെ, അതിപ്പോ 2 ദിവസമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എത്രയോ 2 ദിവസമാണ് എന്നോട് ചെയ്തിട്ടുള്ളത്. 2 മാസം ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനേക്കാൾ എത്രയോ മാസങ്ങൾ ഞാൻ അവളുമായിട്ട് വളരെ നന്നായി നമ്മൾ പരസ്പരം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങളെ മറന്നിട്ടാണോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. പിന്നെ എല്ലാവരും കൂടെ ആക്രമിക്കുമ്പോൾ ഒരാളെ വിക്ടിമൈസ് ചെയ്യുന്ന ആളല്ല ഞാൻ. ഞങ്ങളൊരു സോഷ്യൽ വർക്കർ അല്ലേ?
നിങ്ങളൊന്ന് സ്വയം ഒന്ന് മാറി നിന്നിട്ട് നിങ്ങൾക്ക് അവളോടുള്ള വിദ്വേഷം മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു സോഷ്യൽ വർക്കർ എന്ന നിലയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരാളെ ഇങ്ങനെ കടന്നാക്രമിക്കൂ, ഒരു സ്ത്രീയെ, അബലയായ ഒരു സ്ത്രീയെ, ഒറ്റയ്ക്ക് ഒരു സ്ത്രീയെ ആക്രമിക്കാൻ നിങ്ങൾ കൂട്ടുനിൽക്കൂ എന്ന് ചോദിച്ചാൽ അവളൊന്ന് ഒതുങ്ങി. അവൾ ഒതുങ്ങി. അപ്പൊ എനിക്ക് ഈ രണ്ട് കാര്യം ഒതുക്കാൻ പറ്റുമോ? അന്നമ്മയായിട്ട് എനിക്ക് സംസാരിക്കാനേ പറ്റത്തില്ല. പറയുന്നത് എന്തും അവൾ വാക്കെതിരെ ഉപയോഗിക്കും. അതുകൊണ്ട് അന്നമ്മയായിട്ട് ഒന്നും വിചാരിച്ചില്ല. ഇവർ രണ്ടുപേരോട് നെഞ്ചിൽ സംസാരിച്ചു. ആ സംസാരം അവിടെ നിർത്തി. ഓക്കെ, ഞാനത് പറയാനുള്ളൊരു കാര്യം, ഇവരുടെ ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് ഈ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, പ്രഗ്നൻസി പോയി എന്നുള്ള കാര്യം അവർക്കറിയാം. അന്നമ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ടാമതുള്ള പ്രഗ്നൻസി അത് സത്യമല്ല, നീ എന്നെ പേടിപ്പിക്കാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോ എല്ലാത്തിന്റെയും കൊമ്പൊടുങ്ങി. അത് അങ്ങനെ തന്നെ നിക്കട്ടെ. നീ അവര് നിന്നെ ഗ്യാങ്ങപ്പിൽ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്, തെളിവുകൾ ഉണ്ടാക്കി ഫിറോസിന് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിയയും അച്ചായനും എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ അല്ല, എനിക്കിപ്പം തോന്നുന്നത് ഇക്കാണ് ഞങ്ങളുടെ ഇടയ്ക്ക് നിന്ന് ഡ്രാമ കളിക്കുന്നതെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം എന്നെ അച്ചായനും തിരുത്തിക്കുക, എന്നെയും അന്നമ്മയും തിരുത്തിക്കുക, എന്നെയും ദിയയും തിരുത്തിക്കാന്ന് എനിക്ക് ഇപ്പം തോന്നുന്നുണ്ട്. എനിക്കറിയത്തില്ല. അന്നമ്മയായിട്ട് സംസാരിക്കുന്ന സമയത്ത് മിക്ക എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അന്നമ്മ ശരിയല്ല, അന്നമ്മ ശരിയല്ല, നീ അങ്ങനെ ചെയ്യരുത്, അവളായിട്ട് കൂട്ടുകൂടരുത്, നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെന്തുകൊണ്ടാന്ന് എനിക്കറിയത്തില്ല. ദിയയുടെ കാര്യത്തിൽ ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല. ദിയയുടെ കാര്യത്തിൽ ഇപ്പൊ പറഞ്ഞത് അവൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. അച്ചായന്റെ കാര്യത്തിലും ഞാൻ ഈ കാണിക്കുന്നത് ആരും കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അച്ചായനോട് സംസാരിക്കുമ്പോൾ ഞാൻ അച്ചായന്റെ അടുത്ത് നേരിട്ട് സംസാരിച്ചോളാം. അച്ചായ ഇത് കാരണമായിരുന്നു എന്നുള്ളത്. അല്ല, പക്ഷെ എനിക്കിപ്പം റസൂൽക്ക തോന്നുന്നത് ഞങ്ങളുടെ ഇടയ്ക്കുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഇക്കാണ് ഉണ്ടാക്കാൻ കാരണം. എന്തിനാണെന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല. കാരണം ഇക്ക ഡബിൾ ഗെയിം കളി. ഇക്കാണ് അന്നമേ അല്ല അച്ചായനും അല്ല ഷാലു അല്ല ദിയ അല്ല ഡബിൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ എന്റെ അടുത്തൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവരെടുത്തൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണല്ലോ. കാരണം അവൾ അന്ന് എന്റെ അടുത്ത് പറയുന്നുണ്ട്, സജന ഇക്ക നീ സംസാരിക്കുന്ന കണക്കല്ല, നിന്റെ അടുത്ത് സംസാരിക്കുന്ന കണക്കല്ല സജന ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്, നീ മനസ്സിലാക്കും മോളെ എന്ന് എന്റെ അടുത്ത് അന്നമ്മ പറയുമ്പോൾ പോലും ഞാൻ അന്നമ്മയല്ല വിശ്വസിച്ച പാവം. അവൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു അവള് വെറും പാവമാണ്. ഇതിനകത്ത് നിങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടിരുന്നതാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചെന്ന് കേറി കൊടുക്കുന്നില്ല. നിങ്ങൾ ഇപ്പൊ ഇതുപോലെ അവിടെ നിന്ന് അവരുടെ അടുത്ത് ഒന്ന് പറയുന്നു, എന്റെ അടുത്തൊന്ന് പറയുന്നു, അവരുടെ അടുത്തൊന്ന് പറയുന്നു, എന്റെ അടുത്തൊന്ന് പറയുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ നിമിഷം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നിങ്ങളെ രണ്ടാമത് കുഞ്ഞുണ്ടായത്, ആദ്യം ഒരു കുഞ്ഞിനുണ്ടാക്കി എനിക്ക് അബോട്ട് ചെയ്ത് തന്നു. അബോട്ട് ചെയ്ത് ഞാൻ അത് അബോട്ട് ചെയ്ത് കളഞ്ഞു. രണ്ടാമത് ഈ പൂർണ്ണമായപ്പം അത് 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മെഡിസിൻ തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിൽ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്. ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല. ഇതിന് ഷാദിത്ത ഉള്ള സമയത്ത് എന്ന് പറയുന്നത് പുള്ളിയുടെ വൈഫാണ് ഷാദി. ഷാദിത്ത ഉള്ള സമയത്താണ് ബലമായിട്ട് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എന്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായല്ലോ കുഞ്ഞുണ്ടായത്. അല്ല, പറയുന്നുണ്ടല്ലോ. ആണല്ലോ പറഞ്ഞത് അച്ചായൻ്റെ അടുത്ത് അങ്ങനെ തന്നെയാണല്ലോ. ഞാൻ കള്ളത്തനം പറയുന്നുണ്ടെന്ന്. ഇനി റസൂലിക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് നിങ്ങളെ ഭാര്യയുടെ ഇത്രയും ദിവസവും ഞാൻ പറഞ്ഞ കണക്ക് ഷാദിത്തയുടെ കാര്യത്തിൽ ഞാനിട്ട് ഇങ്ങനെ പറയുന്നെങ്കിലും എന്റെ ഉള്ളിൽ ഒരു വിഷമമുണ്ട്. അത് അന്നമ്മയ്ക്കും അറിയാം, ദിയയ്ക്കും അറിയാം, അച്ചായനും അറിയാം. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി എന്ന്. പൈസ മതിയായിരുന്നെങ്കിൽ ഇവർക്കും അറിയാം നല്ല രീതിയിൽ നിങ്ങളുടെ കയ്യിലൊന്നുമില്ല എന്നുള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇവർക്കറിയാം. കാരണം വെള്ള പൂശാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് മറ്റവരെ കേൾപ്പിക്കാൻ വേണ്ടി, കൂട്ടുകാരെയൊക്കെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവൾ ഓൾറെഡി പറഞ്ഞ റെക്കോർഡുകളൊക്കെ അവരുടെ കയ്യിലൊക്കെ ഉണ്ട്. കൊല്ലാൻ ആസൂത്രണം ചെയ്യുന്നതും പൈസ മതി എന്ന് പറയുന്നതും ഒക്കെ. എന്നിട്ട് പോലും ഞാനത് പറഞ്ഞു, നിങ്ങൾക്കും അതറിയാം. ഞാൻ 10 കോടി വേണമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളും പറയുന്നുണ്ട് ആ 10 കോടി ഒന്നും കിട്ടാനല്ല എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ടും അറിയാം.
അപ്പം അത് ആ 10 കോടി എന്ന് പറയുമ്പോഴെങ്കിൽ നിങ്ങൾ എന്നെ കളഞ്ഞിട്ട് പോവാതിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ദേഷ്യത്തിൽ ഞാൻ എടുത്തും ഈ പറഞ്ഞ കണക്ക് എടുത്തും ഞാൻ സംസാരിച്ചിട്ടുള്ളത് സത്യം തന്നെ. അവരാരെങ്കിലും ആയിക്കോട്ടെ, അന്നത്തെ ദിവസം ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു അവർ ചത്താലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ സ്വാഭാവികമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തത്. കാരണം ആ ഒരു ലേഡിക്ക് വയ്യാട്ടിരിക്കുന്നു, അവർക്ക് ഇതായതുകൊണ്ട് മാത്രമാണ് പലതും ഞാൻ എനിക്ക് വേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ആ ദേഷ്യപ്പുറത്ത് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം അത് ശരിയാണ്. ദിയ എന്നുള്ളൊരു വ്യക്തിക്ക് സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അത് ദേഷ്യം വരും, സ്വാഭാവികമാണ്. കാരണം അത് ഒരു ലേഡിയെ കുറിച്ച് പറയുമ്പോൾ മേ ബി ദേഷ്യം വന്നത് അതായിരിക്കും. അന്നമ്മയും ഞാനും ഉള്ള പ്രശ്നം ഇത് സംസാരിച്ചപ്പോൾ അന്നമ്മ പോവണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ നിന്നതും ആ സമയത്തുള്ള സംസാരങ്ങൾ ഉണ്ടായ സംഭവങ്ങളാണ് അന്നമ്മയെ ട്രിഗർ ചെയ്ത്. ആ സമയത്ത് ഞാൻ ദിയെ എടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അന്നമ്മയാണ് കളിക്കുന്നതെന്നുള്ള ട്രിഗറിങ് എനിക്ക് ഭയങ്കരമായിട്ട് തന്നിട്ടുണ്ട്. അന്നമ്മയാണ് ശരിയല്ല. അപ്പോഴെല്ലാം ഞാൻ ആ ട്രിഗറിലാണ് ഞാൻ അന്നമ്മയടുത്ത് ദിയടുത്ത് സംസാരിച്ചുകൊണ്ട് അന്നമ്മ ഫോൺ എടുത്തിട്ട് അന്നമ്മ എൻ്റെ അടുത്ത് കൂടായപ്പോൾ ഞാൻ പറഞ്ഞു, അന്നമ്മ നീ ഡബിൾ ഗെയിം കളിക്കല്ലേ അന്നമ്മ എന്ന് പറഞ്ഞ ആ ഒരു വാക്കിലാണ് അന്നമ്മയ്ക്ക് ഭയങ്കരമായിട്ട് കൊണ്ടത്. അവളും എൻ്റെ കൂടെ നല്ല രീതിയിൽ നിന്നാണെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യം വരുന്നുണ്ട്. അന്നമ്മയും കളിച്ചുകൊണ്ടിരുന്നതല്ല. അന്നമ്മയും അന്ന് തൊട്ട് എൻ്റെ ഉമ്മയെടുത്താലും എൻ്റെ അടുത്ത് പറയുന്നത് റസൂലൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തിയല്ല, ഞങ്ങളുടെ അടുത്ത് പറയുന്നത് വേറെ, നിന്റെ അടുത്ത് പറയുന്നത് വേറെ, ഞങ്ങളുടെ അടുത്ത് മോളെ നീ വിശ്വസിക്കല്ലേ, ഞങ്ങൾ റസൂലിക്കാനെ അളന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അന്നമ്മ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാം. കാരണം ഇപ്പം എന്നെ കുറിച്ച് എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് അവരുടെ അടുത്ത് പറയുന്നത് ഞാൻ രണ്ടാമതും പ്രഗ്നന്റ് ആണെന്നുള്ളത് തെളിയിച്ചത് ചുമ്മാതെയാണെന്നുള്ളത്. ഞാൻ അവൾ എന്നെ വീണ്ടും എന്നെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പൊ ഞാൻ അവിടെ ആരായി? ഞാൻ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇനി ഇക്കാടന്റെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോഴും. ഞാൻ പറഞ്ഞോട്ടെ എന്ത് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എനിക്ക് ഇങ്ങനെ സംസാരിക്കേണ്ട അവസ്ഥകൾ വന്നതും ഇതെല്ലാം നിങ്ങളെ ഓവർ കുബുദ്ധി, നിങ്ങളുടെ കുബുദ്ധി കാരണം. ഇനി എനിക്ക് റസൂലിക്ക എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാരുടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് ആണല്ലോ പറയണ്ട, അന്ന് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഞാൻ തന്നെയാണല്ലോ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നും ഞാനത് ഉപയോഗിച്ചു എന്നും ഞാൻ എന്റെ കൂട്ടുകാരുടെ ഇന്നത് പറഞ്ഞു ഞാൻ തെറ്റാണ്. അല്ല ഇപ്പൊ അച്ഛനെ കോൺഫിഡൻസ് ഇട്ടിട്ട് അല്ല എനിക്ക് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യം, എടാ ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, ഞാൻ അവളെ ഇതായിട്ടുണ്ട്, എനിക്ക് അച്ചായന്റെ അടുത്തും ഷാലുവിന്റെ അടുത്തായാലും അച്ചായന്റെ അടുത്തായാലും ദിയെ അടുത്തായാലും അന്നമ്മ അടുത്തായാലും ഇനി എനിക്ക് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇതിനകത്ത് നടന്ന പ്രശ്നങ്ങളെല്ലാം റസൂലിക്കാണ് ഉണ്ടാക്കിയത്. അത് ഇപ്പം എനിക്ക് ബോധ്യമായിട്ടുണ്ട്. എനിക്ക് എന്റെ ഫ്രണ്ട്സിന് വേണം. എനിക്കിപ്പോ അവരില്ലെങ്കിൽ ലൈഫിൽ എന്നെ ഞങ്ങളിൽ നിന്ന് ഞങ്ങൾ അകത്തി ഞങ്ങളെ ഇത്രയും ശത്രുക്കളാക്കിയത് റസൂലിക്കാണ് എന്നുള്ളത് ഇപ്പൊ എനിക്ക് ബോധ്യമായി. ഇപ്പൊ എനിക്ക് ബോധ്യം. അന്നമ്മ എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്, അന്നമ്മ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യമായി. അന്ന മോളെ നിന്നെ കുറിച്ച് പറയുന്നത് നീ വിശ്വസിക്കും, നീ മണ്ടേ പോലെ നിക്കല്ലേ മോളെ, അവൾ എന്നെ മോളെ എന്ന് വിളിച്ചിട്ടുള്ളൂ, അവൾ എന്നെ സിസ്റ്ററിനെ പോലെ കണ്ടിട്ടുള്ളത്. അതിപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അച്ചായന്റെ അടുത്തുള്ള എന്റെ തെറ്റിദ്ധാരണയായിരുന്നു, അതും എന്റെ തെറ്റിദ്ധാരണയിൽ വന്നു പോയതാണ്. അത് ഞാൻ അച്ചായന്റെ അടുത്ത് മാപ്പ് പറയാം. എന്റെ ബ്രദറിനെ വലിയ കണ്ടിട്ടുള്ളൂ. പിന്നെ ദിയെ എടുത്തും ഈ ഒരു ദിയക്ക് ഇത് ട്രിഗർ ചെയ്ത് ഇതായിരിക്കും. ആരെ വിളിക്കാന്ന്? എന്തോന്ന് അയാൾക്ക് തന്നെ കുരു തോണ്ടിക്കൊണ്ടിരിക്കുക. അയാൾ തന്നെ അത്രേ ഉള്ളൂ. അയാൾ തന്നെ അയാളെ കുരു തോണ്ടിക്കൊണ്ടിരിക്കണം. അയാളെ കുബുദ്ധി പറഞ്ഞോ കുബുദ്ധി പറഞ്ഞോ. എനിക്കൊന്നും പറയാനില്ല. നീ ഇപ്പോഴും ഇല്ല എനിക്കിപ്പം എനിക്ക് തോന്നുന്നുണ്ട് ചെയ്യാനുള്ളത് തന്നെയാണ് റസൂൽക്ക. കാരണം ഇനി ചുമ്മാ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പൊട്ടിയായിക്കൊണ്ടിരിക്കും, ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ചീത്തയായിക്കൊണ്ടിരിക്കും, ഞാൻ മൊത്തത്തിൽ ചീത്തയായിക്കൊണ്ടിരിക്കും. കാരണം ഞാൻ ഇപ്പോഴും നിങ്ങളെ വാക്കാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഈ നിമിഷം വരെ ഞാൻ നിങ്ങളെ വാക്കാണ് വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങള് ശരിക്കും ഡബിൾ എന്നല്ല ട്രിപ്പിൾ എന്നല്ല നിങ്ങൾ കളിക്കുന്ന ഗെയിം എന്റെ അടുത്ത് ആ മറ്റേ മൂപ്പൻ വരെ എന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞതാ, നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല റസൂൽ. കുറെ പെണ്ണുങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. മൂപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളോ ഇത്. മൂപ്പൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ അടുത്തറിയാവുന്ന കക്ഷിയാണ്. എന്നെ സജിനെയൊക്കെ അറിയാവുന്ന മൂപ്പൻ വ്ളോഗിലെ മൂപ്പനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെ ഞാൻ എന്നിട്ടും ഞാൻ നിങ്ങളല്ല, എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടും ഞാൻ നിങ്ങളല്ല, നിങ്ങളെ തന്നെ അത് മൂപ്പൻ ഇട്ടോളൂ. അത് നിങ്ങൾ ഇട്ടിട്ടില്ലെങ്കിൽ അത് ഓക്കെ, നിങ്ങൾ ഇട്ടിട്ടില്ലെങ്കിൽ ഇട്ടേക്ക്. അത് എനിക്ക് വിഷയമല്ലല്ലോ. കാരണം നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കാലം തെളിയിക്കും, അത് വെളിയിൽ വരും. ഇപ്പം കാലം ഓരോന്ന് തെളിയിപ്പിച്ചോണ്ടിരിക്കില്ലേ. നിങ്ങളെ വായിന്ന് തന്നെ ഞാൻ അറിഞ്ഞു അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടിരിക്കുന്ന നിക്കേ അമ്മച്ചി നിങ്ങൾ ഇതിനകത്ത് നിക്കേ അമ്മച്ചി നിങ്ങൾ ഇതിനകത്ത് എന്തിനാണുള്ള പറഞ്ഞ കാര്യങ്ങൾ
ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ട്സിനെ എന്നെ അതിനകത്ത് ഒതുക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടാലും ഞാൻ എന്തെങ്കിലും ഒരു സാധനം വെളിയിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫ് ആവണം അല്ലേ? അതാണല്ലോ റസൂൽക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്ക് പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂൽക്ക. ഇനി എനിക്ക് അല്ലല്ല ഇനിയിപ്പോ എനിക്ക് ഇനി എനിക്ക് പറ്റത്തില്ല അമ്മ. ഞാൻ എത്ര അതായത് റസൂൽ പൂക്കുട്ടിയുടെ ലീഗലിയുള്ള വൈഫ് അതാണ് ഷാദി. ആ ഷാദിയത്തടുത്ത് അവിഹിതത്തിലുണ്ടായ കുഞ്ഞിൻ്റെ കാര്യം പറയണമെന്ന്. അവർക്ക് ഒന്നാമതേ ക്യാൻസറായിട്ടുള്ള ഒരു പേഷ്യൻ്റാണ്. അതൊക്കെ പറഞ്ഞ് അവർ എത്രയോ ക്ഷമിക്കുന്നുണ്ട് എല്ലാം. ഞാൻ നിങ്ങൾ കുടുംബക്കാരെ വിടാം. എന്നിട്ട് ഇയാൾ നമ്മളിന്ന് സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? ഇത് അതിന് ശേഷമാണ് അയാൾ സംസാരിച്ചത്. എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞ അച്ചായന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെയാണ് ദിയെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെയാണ്. അതല്ല ഞാൻ പറഞ്ഞത്, നമ്മളിത്ര ഈ തീരുമാനം എടുത്തല്ലോ. അന്നേരം ഇയാൾ നല്ല കുഞ്ഞ് കാണിക്കാൻ എന്തിനാണ് അവിടെ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്റെ അടുത്ത് പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ അടുത്ത കള്ളത്തരം കൊണ്ട് വന്നിട്ടുണ്ട്, ഞാൻ അടുത്ത പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. നീ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ എന്തുകൊണ്ട് ഞാൻ എവിടെ നിന്നാണ് വരുന്നത് നീ ഒന്ന് മനസ്സിലാക്കുക. നിനക്കെതിരെ ഏറ്റവും കൂടുതൽ അടുത്ത് നിന്ന ആളുകൾ, ഏറ്റവും കൂടുതൽ നിന്റെ കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ എനിക്ക് തിരിഞ്ഞു. കാരണം എന്താ? നിങ്ങളെ കാരണം നീ പറഞ്ഞ കാര്യങ്ങൾ കാരണം പെണ്ണെ. എങ്ങനെയാണ് കാരണമാകുന്നത്? ഞാൻ പറഞ്ഞു ആ പറയാൻ കാരണം എന്താ? നിങ്ങൾ നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു അന്നമ്മ ശരിയല്ല, മറ്റേതല്ല ശരിയല്ല, മറ്റേതാണ് മറ്റേതാണെന്ന് പറഞ്ഞിട്ട് എന്റെ മനസ്സിലോട്ട് എന്നെ വിഷം കയറ്റി തന്നു നിങ്ങൾ. ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ അന്ന് രാവിലെ സ്റ്റുഡിയോയിലിരുന്ന് ഈ അന്നമ്മയെ വിളിച്ചിട്ട് ഇങ്ങനെ ചീത്ത വിളിച്ചിട്ട് ഞാൻ അതിനു മുമ്പ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു? എന്താണോ ഭാരതത്തിന്റെ കൾച്ചറൽ എത്തോസ് എന്താണോ എന്ന ഒരു ബേസിക് വിദ്യാഭ്യാസം നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ഇതുവരെ അവസാനം വരെ കണ്ടെത്തിയ ആരെങ്കിലും, കണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയം ഒന്ന് മെൻഷൻ അടിച്ചിട്ട് ഹായ് പറയുക കേട്ടോ. അത്രയും ക്ഷമ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇരുന്ന് കണ്ടിട്ടാണ് വീഡിയോ ചെയ്തത്. ഞാൻ മൊത്തം കേട്ടു. നല്ല അടിപൊളിയാ കാര്യങ്ങളൊക്കെ, കൊള്ളാം. ഇങ്ങനെ ആയിരിക്കണം. വെൽ ഡൺ മൈ ബോയ്സ് ആൻഡ് ഗേൾസ്. അടിപൊളിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. കൊള്ളാം. സജിന സുഖല്ലേ? ഒന്നും പറയാനില്ല. രാത്രി പൂത്തിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ പൂക്കുറ്റി പൂത്തിരിയായി അടിലോലപ്പ ഒരു പൂക്കുറ്റി അടിച്ചണ്ണാക്കി തന്ന്. കൊള്ളാം. പൂക്കുറ്റി പിന്നെ നേരത്തെ ഒരു കില്ലാടിയാണ്. സജിന കാസ് പണം തൊട്ട് മണി നൈറ്റിലെ കൊട്ടപ്പെട്ടിക്ക് രാവിലെ വെയിലടിക്കും കാസ് പണം തൊട്ട് മണി. എന്തായാലും ഞാൻ എൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ഉടനെ വരാം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.